Hi everyone, myself Ansar CK. വരുന്ന PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും മറ്റുള്ള ജനറൽ PSC എക്സാമുകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രത്തോളം കോമ്പറ്റീഷൻസ് അല്ലെ അത്രത്തോളം ഡെലിഗേറ്റ്സ് ഒന്നും വരാത്ത ഒരു എക്സാമാണ് നമ്മളുടെ ഈ ഒരു മെഡിക്കൽ പ്രൊഫഷണലുകളുടെ എക്സാമുകൾ എന്നൊക്കെ പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ജനറൽ PSC എഴുതുമ്പോൾ അത്രത്തോളം ആളുകൾ നമ്മളുടെ ഈ ഒരു എക്സാം എഴുതാണ്ടാവാറില്ല. നിങ്ങൾ എപ്പോഴും എന്താണ് ഒരു ഹയസ്റ്റ് റാങ്ക്, ഒരു ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് കിട്ടണം എന്നുള്ള രീതിക്ക് വേണം പഠിക്കുവാൻ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്കൊരു ജോലി നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ലെവലിൽ വേണം നിങ്ങൾ എന്താണ് ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ എന്താണ് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് തന്നെ പഠിക്കണം. നമ്മളെന്താണ് വീഡിയോസ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഒരു എന്താണ് പറയുക, ഒരു ഫിലിം കാണുന്നത് പോലെ നിങ്ങൾ കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വെറുതെ നിങ്ങളുടെ സമയം പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ നോട്ട്സുകൾ എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിയെടുക്കുക. എന്തെങ്കിലും ഫ്ലാഷ് കാർഡ്സുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ പ്രിപ്പയർ ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒരു മെത്തേഡ്സുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. വളരെ ഹാർഡ് വർക്കിംഗ് ആൻഡ് ഡെഡിക്കേഷനോട് കൂടി മാത്രം പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു വിഷ് ഓൾ ദ ബെസ്റ്റ് ആദ്യം തന്നെ നേരുകയാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മൈക്രോബയോളജിയാണ്. നിങ്ങളുടെ സിലബസിൽ മൈക്രോബയോളജി വരുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആക്ച്വലി മൈക്രോബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വാസ്റ്റ് ആൻഡ് വൈഡ് സബ്ജക്റ്റ് ആണ്. നമുക്കറിയാം എന്താണ് ബാക്ടീരിയോളജി, ഇമ്മ്യൂണോളജി, മൈക്കോളജി, പാരസൈറ്റോളജി, വൈറോളജി, അങ്ങനെയുള്ള ഒരുപാട് സബ് കാറ്റഗറീസ് വരുന്ന ഒരു വാസ്റ്റ് ആൻഡ് വൈഡ് സബ്ജക്റ്റ് ആണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കതിന് സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു എക്സാമിന് എത്രത്തോളം മിക്ക രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം, ആ ഒരു ആസ്പെക്ട് ഓഫ് വ്യൂവിലാണെന്ത് ഇവിടെ ഈ ഒരു സെഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയെടുക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, മെയിനായിട്ട് അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോബയോളജിയിൽ മെയിനായിട്ട് വരുന്നത് ആദ്യം നമ്മളെന്താണ് ഒരു മെയിനായിട്ട് വരുന്ന ബാക്ടീരിയാസ്. അപ്പോൾ ഈ ബാക്ടീരിയയുടെ ഒരു സെല്ലിന്റെ മോർഫോളജി, ഒരു എന്താണ് സ്ട്രക്ചർ ഓഫ് സെല്ല് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ ഓൾറെഡി ഒരു എന്താണ് നമുക്ക് സ്കൂൾ ലെവലിൽ മുതലേ പഠിച്ചു വരുന്ന കാര്യം തന്നെയാണ് പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ബേസിക് ആയിട്ടും കാര്യങ്ങൾ പറയുന്നില്ല. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജ് നമ്മൾ എന്താണ് ഈ ഒരു ബാക്ടീരിയൽ സെല്ലിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എന്താണ് ഒരു അൾട്രാ സ്ട്രക്ചർ ഓഫ് സെൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ആദ്യം എടുക്കുന്നത്. അതിനുശേഷം പിന്നെ കുറച്ച് സ്റ്റെയിനിങ് മെത്തേഡ്സുകൾ എന്താണ് മെയിനായിട്ട് വരുന്ന കുറച്ച് സിമ്പിൾ സ്റ്റെയിനിങ്, ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്, സ്പെഷ്യൽ സ്റ്റെയിനിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, എന്തൊക്കെ അതിൻ്റെ എക്സാമ്പിൾസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ബേസിക് ആയിട്ട് നോക്കാം. പിന്നീടുള്ളത് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ വരുന്നുണ്ട്. പിന്നെ മേജർ ഇൻഫെക്ഷൻസ് കോസിങ് ദ ഐ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്ന മേജർ ഓർഗാനിസംസിനെ കുറിച്ചിട്ടുള്ള, അതുപോലെ ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം, അത്തരത്തിലുള്ള ഓർഗാനിസത്തിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ബ്രീഫ് നോളജ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്തരത്തിലൊരു എന്താണ് എല്ലാ ആസ്പെക്റ്റിലും കൂടി നോക്കിയിട്ടുള്ള ഒരു സിലബസ് ആണ് മൈക്രോബയോളജിക്ക് വരുന്നത്. അതിൽ നമ്മൾ ഓരോ സെഷൻസ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് സെഷനിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മോർഫോളജി ആൻഡ് സ്റ്റെയിനിങ് ആണ്. അതായത് മോർഫോളജി ഓഫ് സെൽ ആൻഡ് സ്റ്റെയിനിങ് ടെക്നിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഒരു ബാക്ടീരിയൽ സെല്ലിൽ പ്രസന്റ് ആയിരിക്കുന്നത്? ബാക്ടീരിയൽ സെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് എ പ്രോകാരിയോട്ടിക് സെല്ലാണ്. ഒരു ആനിമൽ സെൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ യൂകാരിയോട്ടിക് സെല്ലാണ്. ഒരു യൂകാരിയോട്ടിക് സെല്ലും പ്രോകാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസുകളൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ഡിഫറൻസുകളൊന്നും ഞാനിവിടെ പറയുന്നില്ല. നമുക്കറിയാം എന്താണ് ഒരു പ്രൊകാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കില്ല. എന്താണ് ഒരു ആനിമൽ സെൽ ആകുമ്പോൾ എന്താണ് അവരുടെ ഒരു ട്രൂ ന്യൂക്ലിയസ് ഒക്കെ പ്രസന്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് സൈറ്റോപ്ലാസത്തിൽ യൂകാരിയോട്ടിക്കിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സെൽ ഓർഗനൽസ് പ്രസന്റ് ആയിരിക്കും. പക്ഷെ പ്രൊകാരിയോട്ടിക്കിന്റെ കേസിൽ എന്താണ് അത്രത്തോളം സെൽ ഓർഗനൽസുകളൊന്നും പ്രസന്റ് ആയിരിക്കില്ല. ഓക്കെ, അത്തരത്തിലുള്ള മേജർ ഡിഫറൻസുകളാണ് പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും തമ്മിൽ വരുന്നത്.
ഓക്കെ. അപ്പൊ അതിൽ എന്താണ് ഒരു പ്രോകാരിയോട്ടിക് സെല്ലിനെ ഒരു ബാക്ടീരിയൽ സെല്ലില് മെയിനായിട്ട് കാണുന്നതാണ് എന്ത് ഒരു സെൽ വാൾ എൻവലപ്പ് അല്ലെങ്കിൽ ഒരു സെൽ എൻവലപ്പ്. ഒരു ബാക്ടീരിയൽ സെൽ എൻവലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിന്റെ കവറിങ് എന്താണ് ഒരു സെല്ലിന്റെ സെൽ വാളും സെൽ മെംബ്രെയിനും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സെൽ എൻവലപ്പും അതുപോലെ തന്നെ അതിന്റെ ഇൻസൈഡിൽ ഒരു സൈറ്റോപ്ലാസം പ്രസന്റ് ആണ്. ഓക്കെ. അപ്പോ ഒരു എന്താണ് ഒരു ഔട്ടർ ലെയർ ഓർ എൻവലപ്പ് ഓഫ് ബാക്ടീരിയൽ സെൽ കൺസിസ്റ്റ് ഓഫ് സെൽ വാൾ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. ഒരു റിജിഡ് സെൽ വാളും ഉണ്ടാവും, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. ഇത് രണ്ടും കൂടി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് എന്ത് ഒരു സെൽ എൻവലപ്പ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഔട്ടർ ലെയർ ഓഫ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് സെൽ വാൾ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. അതിനുള്ളിലായിട്ട് എന്താണ് നമ്മുടെ സൈറ്റോപ്ലാസം പ്രസന്റ് ആണ്. സൈറ്റോപ്ലാസത്തിൽ മേജർ ആയിട്ട് പ്രസന്റ് ആയിരിക്കുന്ന സെൽ ഓർഗനൽസുകൾ എന്ന് പറയുന്നത് മീസോസോംസ് ഉണ്ട്. മീസോസോംസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇൻവാജിനേറ്റിംഗ് ഫോം ഫ്രം ദ സെൽ മെംബ്രെയിൻ ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇൻക്ലൂഷൻ ബോഡീസുകൾ പ്രസന്റ് ആണ്, റൈബോസോംസ് പ്രസന്റ് ആണ്, വാക്യൂൾസുകൾ പ്രസന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒരു ഡിഫ്യൂസ്ഡ് ന്യൂക്ലിയോയിഡ് സ്ട്രക്ചർ ദാറ്റ് ഈസ് എ സിംഗിൾ സർക്കുലർ ക്രോമസോം. ഓക്കെ. അപ്പൊ ഈ ഒരു ഡിഫ്യൂസ്ഡ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നതാണ് ഇത് ഇവിടുത്തെ ഒരു എന്താണ് ഒരു ക്രോമസോം അല്ലെങ്കിൽ ജെനറ്റിക് മെറ്റീരിയൽ ഓഫ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിലൊരു ന്യൂക്ലിയോയിഡ് പ്രസന്റ് ആണ്. ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഒരിക്കൽ കൂടി പറയാം. സെൽ എൻവലപ്പിൽ പ്രസന്റ് ആയിരിക്കുന്നത് സെൽ മെംബ്രെയിൻ ഉണ്ട്, സെൽ വാളും ഉണ്ട്. ഓക്കെ. പിന്നെ സൈറ്റോപ്ലാസത്തിൽ പ്രസന്റ് ആയിരിക്കുന്നതാണ് മീസോസോംസ്, റൈബോസോംസ് ആൻഡ് ഇൻക്ലൂഷൻ ഗ്രാനുൾസ്, വാക്യൂൾസ് ആൻഡ് ന്യൂക്ലിയോയിഡ്സ്. ഓക്കെ. പിന്നെ കുറച്ച് അഡീഷണൽ ഓപ്ഷണൽ അപ്പൻഡേജസ് അല്ലെങ്കിൽ ഓപ്ഷണൽ പാർട്സ് പ്രസന്റ് ആണ്. അതെങ്ങനെ ക്യാപ്സ്യൂള്, ഫ്ലജെല്ല, ഫിംബ്രിയ. അതായത് എല്ലാ ബാക്ടീരിയൽ സെല്ലിനും ഇത് ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്താണ് ചില ബാക്ടീരിയൽ സെല്ലുകൾക്ക് ക്യാപ്സ്യൂൾ ഉണ്ടാവാം, ഫ്ലജെല്ല ഉണ്ടാവാം, ഫിംബ്രിയ ഉണ്ടാവാം. ഓക്കെ. അപ്പോൾ എന്താണ് സെൽ വാൾ അപ്പൻഡേജസ് എന്ന് പറയുന്നതാണ് എന്തൊക്കെ ക്യാപ്സ്യൂള്, ഫ്ലജെല്ല, ഫിംബ്രിയ. അതായത് സെൽ വാളിൽ നിന്ന് വരുന്ന ഒരു ഓപ്ഷണൽ എക്സ്ട്രാ വരുന്ന കുറച്ച് സർട്ടൻ പാർട്സ് ആണ് എന്ത് ക്യാപ്സ്യൂൾ, ഫ്ലജെല്ല ആൻഡ് ഫിംബ്രിയ എന്ന് പറയുന്നത്. ഫിംബ്രിയക്ക് നമുക്ക് പൈലി എന്നും പറയാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഒരു സെല്ലിന്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ. ഇതാണ് ഒരു സെല്ലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു എന്താണ് ഔട്ടർ സെൽ വാൾ ഉണ്ട്, അതിനുള്ളിലായിട്ട് എന്താണ് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ആ പ്ലാസ്മ മെംബ്രെയിനിൽ എന്താണ് ഒരു ഇൻവേജിനേറ്റിംഗ് ഫോം ആയിട്ട് എന്താണ് ഒരു മീസോസോം പ്രസന്റ് ആണ്. ഉള്ളിൽ എന്താണ് ഒരു ന്യൂക്ലിയോയിഡ് ഉണ്ട്, ഒരു കോയിൽഡ് ന്യൂക്ലിയോയിഡ് പ്രസന്റ് ആണ്. പിന്നെ സൈറ്റോപ്ലാസത്തിൽ എന്താണ് റൈബോസോംസ് പ്രസന്റ് ആണ്. അതേപോലെ തന്നെ വാക്യൂൾസുകൾ നമുക്ക് ഇവിടെ കാണാം, ഇൻക്ലൂഷൻ ബോഡീസ് നമുക്ക് കാണാം. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ എന്താണ് ഇതിന്റെ സെൽ വാളിൽ നിന്ന് എന്താണ് ഒരു ഫ്ലജെല്ല റൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് ഫിംബ്രിയ പ്രസന്റ് ആണ്. ഫിംബ്രിയ ഫോർ അറ്റാച്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പൈലസ് എന്ന് പറയാം, പൈലി എന്നൊക്കെ പറയാം. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് ഫിംബ്രിയ പ്രസന്റ് ആണ്. പിന്നെ എന്താണ് ഒരു ക്യാപ്സ്യൂൾ പ്രസന്റ് ആണ്, ഒരു ഔട്ടർ കവറിങ് ക്യാപ്സ്യൂൾ പ്രസന്റ് ആണ്. ഓക്കെ. ഇതാണ് ഒരു എന്താണ് ഒരു അൾട്രാ സ്ട്രക്ചർ ഓഫ് സെൽ എന്ന് പറയുന്നത്. ഒരു എന്താണ് ഒരു ഐഡിയൽ സെല്ലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്രകാരമായിരിക്കും. ഇതിൽ എല്ലാ പാർട്സും എന്താണ് എല്ലാ സെല്ലിനും എല്ലാ ബാക്ടീരിയൽ സെല്ലിനും ഉണ്ടാവണമെന്നില്ല. ഇതിൽ എന്താണ് സെൽ വാൾ അപ്പൻഡേജസ് ഫിംബ്രിയയും ഫ്ലജെല്ലയും ഒന്നും എല്ലാ സെല്ലിനും എല്ലാ ബാക്ടീരിയക്കും ഉണ്ടാവണമെന്നില്ല. ദാറ്റ് ഈസ് ഓപ്ഷണൽ ആണ്. ഓക്കെ. ഇതാണ് ഒരു ഐഡിയൽ ബാക്ടീരിയൽ സെല്ലിന്റെ ഒരു ഡയഗ്രാമാണ് ഇത്. ഓക്കെ. നോക്കി വെക്കുക. നമുക്ക് ഫസ്റ്റ് ബാക്ടീരിയൽ സെൽ വാളിനെ കുറിച്ച് പറയാം. ബാക്ടീരിയൽ സെൽ വാൾ എന്തിനാണ്? ഇറ്റ് ഈസ് എ മെയിൻ ആയിട്ട് അതെന്താണ് ഒരു ടഫ് ആൻഡ് റിജിഡ് സ്ട്രക്ചർ ആണ്. എന്താണ് വളരെ റിജിഡ് ആയിട്ടുള്ള എന്താണ് ഒരു ടഫ് ആയിട്ടുള്ള ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് സെൽ വാൾ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടിങ് ദ ബാക്ടീരിയം. ബാക്ടീരിയത്തിന്റെ എന്താണ് സറൗണ്ട് ചെയ്ത് കാണിക്കുന്നതാണ് സെൽ വാൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സെൽ വാൾ കൺസിസ്റ്റ് ഓഫ് സെൽ വാൾ ആൻഡ് സെൽ മെംബ്രെയിൻ. അതായത് സെൽ എൻവലപ്പ് കൺസിസ്റ്റ് ഓഫ് സെൽ വാൾ ആൻഡ് സെൽ മെംബ്രെയിൻ. ഓക്കെ. അപ്പൊ എന്താണ് ഒരു ഔട്ടർ കവറിംഗിൽ പെട്ടതാണ് സെൽ വാൾ എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെ പേരിൽ തന്നെ ഉണ്ട് സെൽ വാൾ. ഓക്കെ. അപ്പൊ സെൽ വാൾ എങ്ങനെയാണ് ടഫ് ആൻഡ് റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം 10 to 25 നാനോമീറ്റർ തിക്നെസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ സെല്ല് നമ്മൾ ഡ്രൈ വെയിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏകദേശം 20 to 25% എന്താണ് ബാക്ടീരിയൽ സെൽ വാളിന്റെ വെയിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പൊ അത്രത്തോളം വെയിറ്റ് ഉള്ള ഒരു പാർട്ട് തന്നെയാണ് ബാക്ടീരിയൽ സെൽ വാൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു മോർഫോളജി ഒരു എന്താണ് ഒരു ഔട്ടർ ലുക്ക് കിട്ടില്ലേ. അതിന്റെ ഫങ്ഷൻസ് എന്തിനാണ് സെൽ വാൾ നമുക്ക് ഈ ഒരു ബാക്ടീരിയൽ സെല്ലിന് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ് പ്രൊട്ടക്ഷൻ ഫ്രം ദ ഓസ്മോട്ടിക് ലൈസിസ്. അതായത് നമ്മളിപ്പോ എന്താണ് ഒരു സലൈൻ കോൺസെൻട്രേറ്റഡ് ഹൈപ്പർട്ടോണിക് അല്ലെങ്കിൽ ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമ്മളെ സെല്ല് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അതിന്റെ സെൽ വാൾ ഒരു പരിധി വരെ അതിനെ സഹായിക്കുന്നുണ്ട്. അതാണ് ദ പ്രൊട്ടക്ഷൻ ഓഫ് സെൽ അഗെയിൻസ്റ്റ് ഓസ്മോട്ടിക് ലൈസിസ്. ഈ ഓസ്മോട്ടിക് ലൈസിസിൽ നിന്ന് എന്താണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്
ഒരു റിജിഡിറ്റി, ആ ഒരു സെല്ലിന് എന്താണ് ആ ഒരു റിജിഡിറ്റി നൽകുന്നുണ്ട്. അതിന്റെ ആ ഒരു എന്താണ് പറയാ, ഒരു ഷേപ്പിനൊക്കെ കാരണം എന്താണ് ആ ഒരു റിജിഡിറ്റി കാരണമാണ്. അതിന് ആ ഒരു എന്താണ്, ഇപ്പൊ ഒരു കോക്കയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോക്കെ സ്ട്രക്ചർ, ഒരു ബാസിലെ ആണെന്നുണ്ടെങ്കിൽ ബാസിലെ സ്ട്രക്ചർ കൊടുക്കുന്ന എന്താണ് അതിന്റെ ആ ഒരു റിജിഡിറ്റി ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ഷേപ്പ് ഓഫ് ദ സെൽ, ആ ഷേപ്പ് ഓഫ് ദ സെൽ എന്താണ് സെൽ വാൾ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ റിജിഡിറ്റി ആൻഡ് ദ ഷേപ്പ് ഓഫ് ദ സെൽ എന്താണ് സെൽ വാൾ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് സെൽ ഡിവിഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം സെൽ ഡിവിഷൻ എങ്ങനെ പല രീതിയിലുള്ള സെൽ ഡിവിഷൻസ് ഉണ്ടാവും, ബൈനറി ഫിഷനും മറ്റുള്ള പല രീതിയിൽ എന്താണ് സെൽ ഡിവിഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ സെൽ ഡിവിഷന് വേണ്ടിയിട്ട് എന്താണ് ബാക്ടീരിയൽ സെൽ വാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് certain toxic substanceൽ നിന്നുള്ള പ്രിവെൻഷൻ, ചില ടോക്സിക് സബ്സ്റ്റൻസിൽ നിന്നുള്ള എക്സ്റ്റേണൽ ടോക്സിക് സബ്സ്റ്റൻസിൽ നിന്നും എന്താണ് പ്രിവെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചില certain ആന്റിബയോട്ടിക്സ് എന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്കറിയാം അഗെയിൻസ്റ്റ് ദ ബാക്ടീരിയൽ സെല്ലാണ്. അപ്പൊ അത്തരത്തിലുള്ള ആന്റിബയോട്ടിക്സിൽ നിന്ന് എന്താണ് ഈ ഒരു പരിധി വരെ നമ്മളുടെ ഈ സെൽ വാൾ ആ ബാക്ടീരിയൽ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിർലൻസ് ഫാക്ടർ എന്താണ്, ആ ഒരു ബാക്ടീരിയൽക്ക് എന്താണ് ഒരു വിർലൻസ് ഫാക്ടർ, അതിനെ പത്തോജനിസിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസീസ് കോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു വിർലൻസ് ഫാക്ടർ ആയിട്ട് അതിന്റെ സെൽ വാൾ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിക്കും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് അതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് സെൽ അഗെയിൻസ്റ്റ് ദ ഓസ്മോട്ടിക് ലൈസിസ് ആൻഡ് റിജിഡിറ്റി ആൻഡ് ദ ഷേപ്പ് ഓഫ് ദ സെൽ ഡിവിഷൻ, പ്രൊട്ടക്ട് ഫ്രം ദ ടോക്സിക് സബ്സ്റ്റൻസസ് ആൻഡ് ആന്റിബയോട്ടിക്സ്, വിർലൻസ് ഫാക്ടേഴ്സ് ആൻഡ് ഇമ്മ്യൂണിറ്റി. ഇത്രയാണ് അതിന്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് പല രീതിയിൽ ചോദിച്ചേക്കാം. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ ഒരു ഓപ്ഷൻസ് പല രീതിയിൽ കൊടുത്തിട്ട് എന്താണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് നോട്ട് റിലേറ്റഡ് ടു സെൽ വാൾ, അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് റിലേറ്റഡ് ടു സെൽ വാൾ, അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലായില്ലേ, സെൽ വാൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇനി മെയിൻ ആയിട്ട് നമ്മളുടെ ബാക്ടീരിയൽ സെൽ വാൾ രണ്ട് തരത്തിലാണ് പറയാം, ഗ്രാം പോസിറ്റീവ് സെൽ വാൾ ആൻഡ് ഗ്രാം നെഗറ്റീവ് സെൽ വാൾ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എങ്ങനെയാണ് ഒരു ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബാക്ടീരിയ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഗ്രാം പോസിറ്റീവ് സെൽ വാൾ. ഒരു ഗ്രാം പോസിറ്റീവ് സെൽ വാൾ എന്ന് പറയുമ്പോൾ അതിന്റെ കുറച്ച് ഡിഫറൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ഗ്രാം പോസിറ്റീവ് സെൽ വാളും അതുപോലെ തന്നെ ഗ്രാം നെഗറ്റീവ് സെൽ വാളും പറയുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഒരു ടേബിൾ വരച്ചിട്ട് എന്ത് ചെയ്യാം, പഠിക്കുക. എന്താണ് ഡിഫറൻസ്, എന്താണ് ഗ്രാം നെഗറ്റീവും എന്താണ് ഗ്രാം പോസിറ്റീവ് എന്നുള്ള ഡിഫറൻസുകൾ കമ്പയർ ചെയ്തിട്ട് ഒരു കമ്പാരിസൺ സ്റ്റഡി ചെയ്യുക. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ അതില് ഗ്രാം പോസിറ്റീവ് സെൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സിംപ്ലർ ദാൻ ഓഫ് ഗ്രാം നെഗറ്റീവ് ആണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി സിമ്പിൾ സ്ട്രക്ചർ ആണെന്ത് ഗ്രാം പോസിറ്റീവ് സെൽ വാളിന് വരുന്നത്. എന്താണ് ഗ്രാം പോസിറ്റീവ് സെൽ എന്ന് പറയുന്നത് എന്താണ് സിംപ്ലർ ദാൻ ഓഫ് ഗ്രാം നെഗറ്റീവ്. ഗ്രാം നെഗറ്റീവ് സെല്ലിനേക്കാളും കുറച്ചും കൂടി എന്താണ് സിംപ്ലർ സ്ട്രക്ചർ ആണ്, കുറച്ചും കൂടി എന്താണ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കമ്പോണൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് എന്താണ് സിംപ്ലർ ആയിട്ടുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഗ്രാം പോസിറ്റീവിന് വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ. ഡിഫറൻസ് എന്താ മനസ്സിലായല്ലോ, ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും തമ്മിലുള്ള. ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് കുറച്ചും കൂടി സിംപിളർ ദാൻ ദ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം നെഗറ്റീവിനേക്കാളും കുറച്ചും കൂടി സിംപിളർ എന്താണ് കമ്പോണൻസ് ആണ് ഗ്രാം പോസിറ്റീവിനുള്ളത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് സിംപിളർ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. പിന്നെ നെക്സ്റ്റ് വൺ, ദ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ദ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഈസ് മച്ച് തിക്കർ ദാൻ ഓഫ് ഗ്രാം നെഗറ്റീവ്. എന്താണ് തിക്കർ ദാൻ ഓഫ്, പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത് എന്താണ് തിക്കർ ആയിരിക്കും. ഓക്കെ, അപ്പൊ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്നത് തിക്കർ ദാൻ ദാറ്റ് ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. സെക്കൻഡ് പോയിന്റ് കിട്ടിയില്ലേ, ഗ്രാം പോസിറ്റീവിൽ എന്താണ് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്, അതെന്താണ് മോർ തിക്കർ ദാൻ ഓഫ് ഗ്രാം നെഗറ്റീവ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനേക്കാളും തിക്കർ ആയിട്ടുള്ള ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ പ്രസന്റ് ആണ്. Next one, gram positive cell wall contains a significant amount of teichoic acid. Teichoic acid present ആണ് which is absent in the gram negative bacteria. gram negative absent ആയിട്ടുള്ള ഒരു teichoic acid എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് gram positive പ്രസന്റ് ആണ്. ഓക്കെ, 3 പോയിന്റ് കിട്ടി. എന്തൊക്കെയാണ്? സിമ്പിൾ ആണ്. എന്താണ് ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സ്ട്രക്ചർ ആണ് ആസ് കമ്പയർഡ് ടു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ആൻഡ് എന്താണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്നത് തിക്കർ ആണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്നത് തിക്കർ സ്ട്രക്ചർ ആണ് ഗ്രാം പോസിറ്റീവിൽ ദാൻ ദ ഗ്രാം നെഗറ്റീവ്. നെക്സ്റ്റ് വൺ എന്താണ് ടീക്കോയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഇവിടെ പ്രസന്റ് ആണ്. ഗ്രാം പോസിറ്റീവിൽ ടീക്കോയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് പ്രസന്റ് ആണ്, ദാറ്റ് ഈസ് ആബ്സെന്റ് ഇൻ ദ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആണ്, അതാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്.
ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഗ്രാം പോസിറ്റീവ് സെൽ വാളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അടുത്ത ഗ്രാം നെഗറ്റീവ് സെൽ വാൾ. ഒരു ഗ്രാം നെഗറ്റീവ് സെൽ വാളിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, കുറച്ച് ഡിഫറൻസുകൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാം നെഗറ്റീവ് സെൽ വാൾ ഇസ് തിന്നർ ആണ്, കുറച്ച് തിന്നർ ആയിരിക്കും, ആൻഡ് മോർ കോംപ്ലക്സ് ദാൻ ദ ഗ്രാം പോസിറ്റീവ് സെൽ വാൾ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രാം പോസിറ്റീവ് സെൽ വാൾ എന്ന് പറയുന്നത് എന്താണ്, സിംപ്ലർ ദാൻ ദാറ്റ് ഓഫ് ഗ്രാം നെഗറ്റീവ്. ഇവിടെ എന്താണ്, ഗ്രാം നെഗറ്റീവ് സെൽ വാൾ എന്ന് പറയുന്നത് എന്താണ്, മോർ കോംപ്ലക്സ് ആണ്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ്, സെൽ വാൾ എന്ന് പറയുന്നത് തിന്നർ ആണ് ഇവിടെ. ബിക്കോസ് എന്താണ്, അവിടെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, തിക്കസ്റ്റ് ആയിരുന്നു പറഞ്ഞത്. തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആയിരുന്നു ഗ്രാം പോസിറ്റീവിൽ ഉണ്ടായിരുന്നത്. ഇവിടെ എന്താണ്, പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്നത് വെരി തിൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിന്റെ സെൽ വാൾ എന്ന് പറയുന്നത് തിന്നർ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് ഗ്രാം നെഗറ്റീവ് സെൽ വാൾ തിന്നർ എന്ന് പറയുന്നത്, പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്താണ് ഇവിടെ തിൻ ആയതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ അതിന് പുറമെ എന്താണ്, ഒരു ഔട്ടർ മെംബ്രെയിൻ പ്രസന്റ് ആണ്, ദാറ്റ് ഈസ് ആബ്സെന്റ് ഇൻ ദ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. അപ്പൊ എന്താണ്, ഇവിടെ ഒരു ഔട്ടർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ഈ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ഫോസ്ഫോലിപ്പിഡ് ലെയർ ആണ്. ഒരു ഫോസ്ഫോലിപ്പിഡ് ലെയർ കൂടി ചേർന്നിട്ടുള്ളതാണ് ഒരു ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഒരു പെപ്റ്റിഡോഗ്ലൈക്കാൻ ഉണ്ടെങ്കിൽ എന്താണ്, ഒരു ബാക്ടീരിയ സെല്ലിന് ഒരു പെപ്റ്റിഡോഗ്ലൈക്കാൻ ഉണ്ടെങ്കിൽ ഒരു പെപ്റ്റിഡോഗ്ലൈക്കാൻ ഉണ്ടെങ്കിൽ ഇതാണ് ഒരു പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് വിചാരിക്കുക. ഇതിന്റെ പുറത്ത് എന്താണ്, ഒരു ഔട്ടർ മെംബ്രെയിൻ പ്രസന്റ് ആണ്, ഒരു ഫോസ്ഫോലിപ്പിഡ് ഔട്ടർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഔട്ടർ മെംബ്രെയിൻ ഗ്രാം പോസിറ്റീവിന്റെ കേസിൽ എന്താണ്, ഈ പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയുന്നത് എന്താണ്, തിക്കർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. അതിന് പുറത്ത് എന്താണ്, വേറെ ഔട്ടർ മെംബ്രെയിൻ ഒന്നും പ്രസന്റ് അല്ല. ഇവിടെ എന്താണ്, ഒരു തിൻ ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കാൻ ഉണ്ട്, അതിന് മുകളിൽ എന്താണ്, അതിന് കവർ ചെയ്തിട്ട് എന്താണ്, ഒരു ഔട്ടർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ഓക്കെ, ആൻഡ് പിന്നെ അടുത്തൊരു സ്ട്രക്ചർ ആണ് എന്ത്, ലിപ്പോപോളിസാക്കറൈഡ് എന്ന് പറയുന്നത്, LPS. ലിപ്പോപോളിസാക്കറൈഡ് എന്നാണ്, ഒരു യുണീക്ക് ടു ഗ്രാം നെഗറ്റീവ് ആണ്. ഗ്രാം നെഗറ്റീവിൽ മാത്രം കാണുന്നതാണ് ലിപ്പോപോളിസാക്കറൈഡ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ആബ്സെന്റ് ഇൻ ദ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഓക്കെ, നമ്മൾ ഔട്ടർ മെംബ്രെയിൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഗ്രാം പോസിറ്റീവിൽ ആബ്സെന്റ് ആണ്, പക്ഷെ ഗ്രാം നെഗറ്റീവിൽ പ്രസന്റ് ആണ്. ഈ ലിപ്പോപോളിസാക്കറൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ മുകളിലായിട്ട് കാണുന്നതാണ് ലിപ്പോപോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ടർ മെംബ്രെയിൻ പെപ്റ്റിഡോഗ്ലൈക്കാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ സെൽ എൻവലപ്പിൽ വരുന്നത്, അല്ലെ സെൽ വാൾ, ഗ്രാം നെഗറ്റീവ് സെൽ വാളിൽ വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, ഒന്നുകൂടെ പറയാണ്, ഗ്രാം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പെപ്റ്റിഡോഗ്ലൈക്കാൻ തിക്കർ ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിംപ്ലർ ദാൻ ഓഫ് ഗ്രാം നെഗറ്റീവ് ആയിരിക്കും. പിന്നെ എന്താണ്, ഒരു ടീക്കോയിക് ആസിഡ് പ്രസന്റ് ആയിരിക്കും, പോസിറ്റീവിന്റെ കേസിലാണ് പറഞ്ഞത്. ഈ ഗ്രാം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, തിന്നർ സ്ട്രക്ചർ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, മോർ കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരിക്കും. പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയുന്നത് എന്താണ്, തിൻ ആയിരിക്കും. പിന്നെ അത് ഔട്ടർ മെംബ്രെയിൻ പ്രസന്റ് ആയിരിക്കും, ഒരു ലിപ്പോപോളിസാക്കറൈഡ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് ഗ്രാം നെഗറ്റീവ് ഗ്രാം പോസിറ്റീവ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഓക്കെ, ഇതാണ് ഇങ്ങനെ ആയിരിക്കും അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും. ഒരു പർപ്പിൾ കളർ ആയിരിക്കും ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ, ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ ഒരു പിങ്ക് കളർ ആയിരിക്കും. ഗ്രാം സ്റ്റെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു പിക്ചറാണ്. ഇതാണ് അതിന്റെ ഒരു സെൽ വാൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ ഈ ബ്രൗൺ കളർ, ഇത് ഫസ്റ്റ് കാണിക്കുന്നതാണ് ഗ്രാം പോസിറ്റീവ്, ഇത് ഗ്രാം നെഗറ്റീവ്. ഓക്കെ, ഡിഫറൻസ് ആണ്. ഈ പിക്ചർ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ ഈ ഗ്രാം പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ എന്താണ്, ഒരു തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കാൻ പ്രസന്റ് ആണ്. ഈ ഒരു ബ്രൗൺ കളറിൽ കാണുന്നതാണ് പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയുന്നത്. ഒരു തിക്ക് ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കാൻ പ്രസന്റ് ആണ്. ഓക്കെ, ആ പെപ്റ്റിഡോഗ്ലൈക്കാൻ ഇവിടെ എവിടെയാണ്, ഇവിടെ ഈ ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. ചെറിയൊരു തിന്നായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കാനാണത് നമ്മുടെ ഗ്രാം നെഗറ്റീവിന്റെ കേസിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കാൻ പ്രസന്റ് ആണ്, ഇവിടെ എന്താണ്, തിൻ പെപ്റ്റിഡോഗ്ലൈക്കാൻ പ്രസന്റ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്, ടീക്കോയിക് ആസിഡ് എന്ന് പറഞ്ഞ നമ്മൾ ലിപ്പോ ടീക്കോയിക് ആസിഡ്, അതേപോലെ തന്നെ വാൾ ടീക്കോയിക് ആസിഡ്, അത്തരത്തിലുള്ള ഡിഫറെന്റ് ടീക്കോയിക് ആസിഡുകൾ പ്രസന്റ് ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ടീക്കോയിക് ആസിഡ് പ്രസന്റ് ആണെന്നുള്ള ഓർത്ത് വെക്കുക. ഈ ടീക്കോയിക് ആസിഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ എന്താണ്, ഗ്രാം പോസിറ്റീവിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഇവിടെ എന്താണ്, ടീക്കോയിക് ആസിഡ് ആബ്സെന്റ് ആണ്. ഓക്കെ, അപ്പൊ ടീക്കോയിക് ആസിഡ് പ്രസന്റ് ആണെന്നുള്ള മനസ്സിലായില്ലേ. പിന്നെ നെക്സ്റ്റ് ആണ് ഇതിലേക്ക് ഗ്രാം നെഗറ്റീവിലേക്ക് വരുമ്പോൾ എന്താണ്, ഇവിടെ ഒരു ഔട്ടർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. കണ്ടോ, ഇതാണ് ഒരു ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ആ പെപ്റ്റിഡോഗ്ലൈക്കാന്റെ തൊട്ട് മുകളിലായിട്ട് എന്താണ്, ഒരു
ഓക്കെ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു എന്താണ്, ഇതാണ് ഒരു ഗ്രാം നെഗറ്റീവിന്റെ സെൽ വാൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഒരു തിൻ പെപ്റ്റിഡോഗ്ലൈക്കാൻ പ്രസന്റ് ആണ്. അതിന് തൊട്ട് മുകളിലായിട്ട് എന്താണ്, ഒരു ഔട്ടർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. അതിന്റെ തൊട്ട് മുകളിലായിട്ട് എന്താണ്, ഒരു ലിപ്പോപോളിസാക്കറൈഡ് സ്ട്രക്ചർ പ്രസന്റ് ആണ്. ഓക്കെ, ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നതാണ് എന്താ, ലിപ്പോപോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മേജർ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക, എന്താണ് ആ ഡിഫറൻസ് എന്നുള്ളത്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റൻസിനെ ചോദിച്ചേക്കാം, കൺഫ്യൂഷൻസ് വരും. ഏതിലാണ് ഗ്രാം നെഗറ്റീവിലാണ്, ഗ്രാം പോസിറ്റീവിലാണോ, പെപ്റ്റിഡോഗ്ലൈക്കൻ തിക്ക് ആയിട്ടുള്ളത്, ആ രീതിയിലൊക്കെ പല രീതിക്ക് ചോദിക്കാം. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ടാബിൾ ആക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇതുപോലെ ടാബിൾ ആക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. എന്താണ് ഔട്ടർ മെംബ്രെയിൻ എന്താണ്, ഗ്രാം പോസിറ്റീവിൽ ആബ്സെന്റ് ആണ്, ഗ്രാം നെഗറ്റീവിൽ പ്രസന്റ് ആണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ തിക്കാണ് അവിടെ ഗ്രാം പോസിറ്റീവിൽ, തിന്നാണ് ഗ്രാം നെഗറ്റീവിൽ. ലിപ്പോപോളിസാക്കറൈഡ് ആബ്സെന്റ് ഇൻ ഗ്രാം പോസിറ്റീവ്, present in the gram negative bacteria, and teichoic acid present in the gram positive, absent in gram negative. Okay, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. നെക്സ്റ്റ് വൺ, ഇപ്പൊ നമ്മൾ സെൽ വാളിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് ഒരു സെൽ എൻവലപ്പിൽ വരുന്ന സ്ട്രക്ചർ ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എ സർവൈവൽ ഓഫ് ബാക്ടീരിയ. ഒരു ബാക്ടീരിയന്റെ സർവൈവൽ എന്താണ്, സെൽ മെംബ്രെയിൻ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. നമ്മൾ സ്കൂൾ ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഫ്ലൂയിഡ് മൊസൈക് മോഡൽസ്. ഒരുപാട് മോഡൽസ് സെൽ മെംബ്രെയിൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ മോസ്റ്റ് അക്സെപ്റ്റഡ് ഫോം എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക് മോഡലാണ്. ഈ ഫ്ലൂയിഡ് മൊസൈക് മോഡലാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരം എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ്, ഒരു ബൈലെയേർഡ് ഫോസ്ഫോലിപ്പിഡ് ബൈലേയേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടാവും, ഫോസ്ഫോലിപ്പിഡ് വെച്ചിട്ടുള്ള. അപ്പൊ അത്തരത്തില് ഇങ്ങനെ രണ്ട് ലെയറിൽ എന്താണ് ഫോസ്ഫോലിപ്പിഡ്സ് പ്രസന്റ് ആയിരിക്കും. ഒരു ഹെഡ് റീജിയനും ടെയിൽ റീജിയനും ഒക്കെ ഉണ്ട്. അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകാൻ തരുന്നാലും എന്താണ് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതിലെന്താണ് കുറച്ച് ഇന്റഗ്രൽ പ്രോട്ടീൻസും പെരിഫറൽ പ്രോട്ടീൻസ് ഒക്കെ പ്രസന്റ് ആണ്. ഇന്റഗ്രൽ പ്രോട്ടീൻസ് അതുപോലെ തന്നെ പെരിഫറൽ പ്രോട്ടീൻസ് ഒക്കെ പ്രസന്റ് ആണ്. ഓക്കെ, അതാണ് ഒരു ആക്ച്വലി ഒരു എന്താണ് ഒരു സെൽ മെംബ്രെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഒരു ആനിമൽ സെല്ലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഈ സെൽ മെംബ്രെയിനിൽ ഒരു കൊളസ്ട്രോൾ പ്രസന്റ് ആയിരിക്കും. ഒരു സ്റ്റീറോൾ കോമ്പൗണ്ട് ആയിട്ടുള്ള കൊളസ്ട്രോൾ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഫംഗസ് ആണെന്നുണ്ടെങ്കിൽ എർഗോസ്റ്റിറോൾ ആയിരിക്കും, ആനിമൽ സെല്ലാണെങ്കിൽ കൊളസ്ട്രോൾ ആയിരിക്കും, ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ എന്താണ് ഇതൊന്നും ഉണ്ടാവില്ല. ഈ സ്റ്റീറോൾസ് എന്താണ് ആബ്സെന്റ് ആയിരിക്കും, എക്സെപ്റ്റ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, എന്താണ് PPLO എന്ന് പറയും. അപ്പോൾ പ്ലൂറിപൊട്ടന്റ് ലൈക്ക് ഓർഗാനിസം എന്ന് പറയും. മൈക്കോപ്ലാസ്മ എന്ന് പറയും. മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നതാണ് സെൽ വാൾ ഡെഫിഷ്യന്റ് ബാക്ടീരിയ ആണ്. വിച്ച് വൺ ഓഫ് ദ ബാക്ടീരിയ വിച്ച് ഹാവ് ഡെഫിഷ്യന്റ് ഓഫ് സെൽ വാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയിൽ സെൽ മെംബ്രെയിൻ മാത്രമേ പ്രസന്റ് ആയിരിക്കുന്നുള്ളൂ. ഈ സെൽ മെംബ്രെയിൻ തന്നെ എന്താണ് സ്റ്റീറോൾ കോമ്പൗണ്ട്സ് പ്രസന്റ് ആണ്. സ്റ്റീറോൾസ് മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് ആനിമൽ സെല്ലിലും മറ്റുള്ള സെല്ലുകളിലൊക്കെയാണ് കാണുന്നത്. പക്ഷെ എന്താണ് മൈക്കോപ്ലാസ്മയുടെ കേസിൽ എന്താണ് ആ ഒരു സ്റ്റീറോൾസ് പ്രസന്റ് ആണ് സെൽ മെംബ്രെയിനിൽ. പക്ഷെ മറ്റുള്ള ബാക്കിയുള്ള ഒരു ബാക്ടീരിയന്റെ സെൽ മെംബ്രെയിനിൽ എന്താണ് സ്റ്റീറോൾസ് പ്രസന്റ് അല്ല. ഓക്കെ, അപ്പോൾ ലാക്കിംഗ് ദ സ്റ്റീറോൾസ്, അതാണ് ബാക്ടീരിയൽ സെല്ലിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എന്താണ് ഫ്ലൂയിഡ് മൊസൈക് മോഡലാണ്. അതിലെന്താ 5 to 10 നാനോമീറ്റർ തെക്നെസ് ആണ് സൈസ് എന്ന് പറയുന്നത്. ബൈലെയേർഡ് ഫോസ്ഫോലിപ്പിഡ്സ് വെച്ചിട്ടാണ് എന്താ സെൽ മെംബ്രെയിൻ ഫോം ചെയ്തിട്ടുള്ളത്. ഒരുപാട് സെവറൽ പ്രോട്ടീൻസ് ആർ എംബഡഡ് സച്ച് ആസ് ഇന്റഗ്രൽ പ്രോട്ടീൻസ് ആൻഡ് പെരിഫറൽ പ്രോട്ടീൻസ്. അപ്പോൾ പലതരത്തിലുള്ള പ്രോട്ടീൻസുകൾ ആ സെൽ മെംബ്രെയിനിൽ പ്രസന്റ് ആണ്. ഓക്കെ, ഇതാണ് ഒരു സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലെയർ, ഇവിടെ ഒരു ലെയർ. അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് എന്താണ് ഒരു ഇന്റഗ്രൽ പ്രോട്ടീൻസുകൾ പ്രസന്റ് ആണ്. പിന്നെ എന്താണ് കൊളസ്ട്രോൾസ് ഇവിടെ ആബ്സെന്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതൊരു എന്താണ് ഒരു ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് കാര്യങ്ങൾ ബേസിക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ ആണ് മീസോസോം. മീസോസോം എന്ന് പറയുന്നത് എന്താണ് ഒരു മേജർ പാർട്ട് ഇൻ ദ പ്രൊകാരിയോട്ടിക് സെല്ലാണ്. ഇറ്റ് ഈസ് എ ഇൻവാജിനേഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നും ഇത് എന്താണ് ഒരു സെല്ലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഒരു ഔട്ടർ സെൽ വാൾ ഉണ്ട്, അതിനുള്ളിൽ എന്താണ് ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. ആ സെൽ മെംബ്രെയിനിൽ നിന്നും ഒരു ഇൻവേജിനേറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു പാർട്ട് ഉണ്ട്, അതാണ് മീസോസോം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻവേജിനേറ്റിംഗ് ഫോം ആണ് മീസോസോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോർ പ്രോമിനന്റ് ഇൻ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണ് മീസോസോംസ് കൂടുതലായിട്ട് പ്രൊമിനന്റ് ആയിട്ട് കാണുന്നത്.
ഓക്കെ, അപ്പോൾ ഏത് ബാക്ടീരിയയിലാണ് മോസ്റ്റ് പ്രോമിനന്റ് മീസോസോം കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണ്. പിന്നെ ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ബാക്ടീരിയൽ റെസ്പിറേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് മീസോസോംസ് എന്ന് പറയുന്നത്. മീസോസോംസ് വിച്ച് ഈസ് ഹെൽപ്പിംഗ് ഫോർ ദ ബാക്ടീരിയൽ റെസ്പിറേഷൻസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ സെൽ വാൾ ഫോർമേഷൻ ഡ്യൂറിംഗ് ദ ഡിവിഷൻ. സെൽ ഡിവിഷന്റെ സമയത്ത് എന്താണ് സെൽ വാൾ ഫോർമേഷനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മീസോസോമിന്റെ രണ്ട് ഫംഗ്ഷൻസ് മനസ്സിലായല്ലോ, ബാക്ടീരിയൽ റെസ്പിറേഷനും അതുപോലെ തന്നെ എന്താണ് സെൽ വാൾ ഫോർമേഷൻ ഡ്യൂറിംഗ് ദ ഡിവിഷൻ. ഓക്കെ, സെൽ ഡിവിഷൻ സമയത്ത് എന്താണ് സെൽ വാൾ ഫോർമേഷനും അതുപോലെ തന്നെ ബാക്ടീരിയൽ റെസ്പിറേഷൻ എന്താണ് മീസോസോം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഇറ്റ് ഈസ് എ ഇൻവേജിനേറ്റിംഗ് ഫോം ഫ്രം ദ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, മീസോസോമിന്റെ സ്ട്രക്ചർ മനസ്സിലായി, ഇതാണ് ഒരു മീസോസോമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ന്യൂക്ലിയോയിഡ്. ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ, എന്താണ് ഒരു ബാക്ടീരിയയുടെ DNA എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത്തരത്തിലൊരു ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് പറയുന്നതാണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. ആനിമൽ സെല്ലിൽ നമ്മൾ എന്താണ് ന്യൂക്ലിയസ് എന്ന് പറയും, ഒരു ട്രൂ ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. ഇവിടെ എന്താണ് ഒരു ന്യൂക്ലിയോയിഡ് ആണ് ഉള്ളത്. ന്യൂക്ലിയോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ് കണ്ടോ, ഒരു സർക്കുലർ കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്ത് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയ ഡു നോട്ട് ഹാവ് എ ട്രൂ ന്യൂക്ലിയസ്. ബാക്ടീരിയക്ക് എന്താണ് ഒരു ട്രൂ ന്യൂക്ലിയസ് ഒന്നുമില്ല. ട്രൂ ന്യൂക്ലിയസ് ആബ്സെന്റ് ആയിട്ടുള്ള സെല്ലാണല്ലോ ഇപ്പോൾ കാരിയോട്ടിക് സെൽസ്. ബട്ട് എന്താണ് എല്ലാ സെല്ലിനും ഒരു ജനറ്റിക് മെറ്റീരിയൽ വേണം, എന്നാൽ മാത്രമാണ് എന്താ അവിടെ ഒരു പ്രോപ്പർ ജനറ്റിക് മെക്കാനിസംസ് സംഭവിക്കുള്ളൂ. അപ്പോൾ എന്താണ് അവിടുത്തെ ജനറ്റിക് മെറ്റീരിയൽ ആണെന്ത്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇറഗുലർലി ഷേപ്ഡ് റീജിയൻ ദാറ്റ് ഈസ് കാൾഡ് ന്യൂക്ലിയോയിഡ്. അതായത് ആ ഒരു ജനറ്റിക് മെറ്റീരിയൽസ് പ്രസന്റ് ആയിരിക്കുന്ന ആ ഒരു ഏരിയക്ക് പറയുന്ന പേരാണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇറഗുലർ കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ടാണ് കാണപ്പെടുക. ഇതാണ് അതിന്റെ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ റെഡ് കളറിൽ കാണുന്നതാണ് ന്യൂക്ലിയോയിഡ് എന്നാണ് പറയാം. ഓക്കെ, ന്യൂക്ലിയോയിഡ്. ഓക്കെ, ഇവിടെ എന്താണ് ഒരു ന്യൂക്ലിയർ മെംബ്രെയിനോ അല്ലെങ്കിൽ ന്യൂക്ലിയോളസോ ഒക്കെ ആബ്സെന്റ് ആണ്. നമ്മൾ എന്താണ് ഒരു യൂക്കാരിയോട്ടിക് സെല്ലിൽ എന്താണ് ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്, ന്യൂക്ലിയോളസ് പ്രസന്റ് ആണ്. ഓക്കെ, ഇവിടെ എന്താണ് ന്യൂക്ലിയർ മെംബ്രെയിൻ അതുപോലെ തന്നെ ന്യൂക്ലിയോളസ് ഈസ് ആബ്സെന്റ്. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഒരു എക്സ്ട്രാ ക്രോമസോമൽ DNA ആയിട്ട് പ്ലാസ്മിഡ്സുകൾ ചില സമയത്ത് ബാക്ടീരിയയിൽ കാണാറുണ്ട്. ഓക്കെ, പ്ലാസ്മിഡ്സും കാണാറുണ്ട്. എക്സ്ട്രാ ക്രോമസോമൽ DNA ആയിട്ട് എന്താണ് പ്ലാസ്മിഡ്സ് പ്രസന്റ് ആവാറുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽസ് മനസ്സിലായല്ലോ. ന്യൂക്ലിയോയിഡ് പ്രസന്റ് ആയിരിക്കാം, പ്ലാസ്മിഡ്സ് പ്രസന്റ് ആയിരിക്കാം. നെക്സ്റ്റ് വൺ ആണ് ഫ്ലജെല്ല എന്ന് പറയുന്നത്. ഫ്ലജെല്ല എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ വിപ്പ് ലൈക്ക് സ്ട്രക്ചർ. ഒരു എന്താണ് ഒരു ചാട്ടുവാർ പോലെയുള്ള ഒരു വിപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണെന്ത് സെൽവാളിൽ നിന്നും പ്രൊട്രൂഡ് ചെയ്യുന്ന സെൽവാൾ അപ്പൻഡേജ് ആണെന്ത് ഫ്ലജെല്ല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബാക്ടീരിയൽ മോട്ടിലിറ്റി അല്ലെങ്കിൽ ലോക്കോമോഷൻ മൂവ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഫ്ലജെല്ല എന്ന് പറയുന്നത്. ഫ്ലജെല്ല ഈസ് ഹെൽപ്പിംഗ് ഫോർ ദ ലോക്കോമോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ്. ഒരു ബാക്ടീരിയ സെല്ലിന്റെ മൂവ്മെന്റിന് വേണ്ടി സഹായിക്കുന്നതാണ് ഫ്ലജെല്ല എന്ന് പറയുന്നത്. എല്ലാ ബാക്ടീരിയയും മോട്ടൈൽ ബാക്ടീരിയ അല്ല. അപ്പൊ എന്താണ് മോട്ടൈൽ ബാക്ടീരിയക്ക് മാത്രമാണ് ഫ്ലജെല്ല പ്രസന്റ് ആയിരിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ലജെല്ല എന്ന് പറയുന്നത്. ഫ്ലജെല്ല എന്ന് പറയുന്നത് ഒരു വിപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതെന്താണ് ഒരു സെൽ വാൾ അപ്പൻഡേജ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലജെല്ല പ്രസന്റ് ആയിരിക്കുന്നതിന്റെ ബേസിസിൽ നമുക്ക് അതിനെ മെയിൻ ആയിട്ട് നാല് ക്ലാസിഫിക്കേഷൻ ചെയ്യാം, നാലായിട്ട് തരംതിരിക്കാം അതിന്റെ അപ്പിയറൻസിന്റെ ബേസിസിൽ. ഫസ്റ്റ് വണ് മോണോട്രൈക്കസ്. മോണോട്രൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഫ്ലജെല്ലം പ്രസന്റ് ആയിരിക്കുന്നതാണ്. ഒരൊറ്റ ഫ്ലജെല്ലം മാത്രം പ്രസന്റ് ആയിരിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് മോണോട്രൈക്കസ് എന്ന് പറയുന്നത്. മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിംഗിൾ എന്നാണ് അർത്ഥം. മോണോട്രൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഫ്ലജെല്ല പ്രസന്റ് ആയിട്ടിരിക്കുന്ന ബാക്ടീരിയൽ സെല്ലിനാണ്. നെക്സ്റ്റ് വൺ ആണ് ലോഫോട്രൈക്കസ്. ലോഫോട്രൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെഫ്റ്റോ ഫ്ലജെല്ല, ഒരു എന്താണ് ഒരു കൂട്ടം, ഒരു ഫ്ലജെല്ലകളുടെ കുറച്ച് കൂട്ടം ഒരു എൻഡിൽ മാത്രം കാണുന്ന ഒരു എന്താണ് Lophotrichus are tuft of flagella found at one of the cell poles. സെല്ലിന്റെ ഒരു പോളിൽ ഒരു tuft of flagella, ഒരു എന്താണ് കുറച്ച് ഫ്ലജെല്ലകൾ കൂട്ടമായിട്ട് കാണുന്നതിനെ പറയുന്ന പേരാണ് ലോഫോട്രൈക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, മോണോട്രൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഫ്ലജെല്ല, ലോഫോട്രൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പോളിൽ മാത്രം, ഒരു സൈഡിൽ മാത്രം എന്താണ് ഒരു tuft of flagella പ്രസന്റ് ആയിരിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ആംഫിട്രൈക്കസ്. ആംഫിട്രൈക്കസ് ഫ്ലജെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോളിലേക്കും സിംഗിൾ ഫ്ലജെല്ലകൾ വന്നിട്ടുള്ളതാണെന്ത് ആംഫിട്രൈക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ആംഫിട്രൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പിക്ചറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് രണ്ട് സൈഡിലേക്ക് എന്താണ് സിംഗിൾ ഫ്ലജെല്ല വരുന്നതാണ് ആംഫിട്രൈക്കസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പെരിട്രൈക്കസ്. പെരിട്രൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മൾട്ടിപ്പിൾ ഫ്ലജെല്ല അറൗണ്ട് ദ സെല്ലാണ്. ആ ബാക്ടീരിയൽ സെല്ലിന് ഫുൾ ഒന്നായിട്ട് എന്താണ് ഒരു ഫ്ലജെല്ല വരുന്നതാണ് പെരിട്രൈക്കസ് ഫ്ലജെല്ല എന്ന് പറയുന്നത്. ഏകദേശം ഇതുപോലെ വരും. ഓക്കെ, അപ്പൊ മൂന്ന് സ്ട്രക്ചറുകൾ മനസ്സിലായല്ലോ. മോണോട്രൈക്കസ്, ലോഫോട്രൈക്കസ്, ആംഫിട്രൈക്കസ് ആൻഡ് പെരിട്രൈക്കസ്. ഈ നാല് സ്ട്രക്ചറിലാണ് മെയിൻ ആയിട്ട് ഫ്ലജെല്ല പ്രസന്റ് ആയിരിക്കാം. ഓക്കെ, ഇതിന്റെ ഈ ഒരു ഫ്ലജെല്ലൽ അറേഞ്ച്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഓരോന്ന് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കി വെക്കുക. ഓക്കെ, ഈ പിക്ചർ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓവറോൾ ഐഡിയ കിട്ടും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്ലജെല്ലയിൽ വരുന്നത്. ഫ്ലജെല്ലയുടെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ ഒരു സ്ട്രക്ചറുകൾ നമ്മൾ നോക്കി വെക്കുക. നെക്സ്റ്റ് ആണ് ഫിംബ്രിയ ഓർ പിലി. ഫിംബ്രിയ ഓർ പിലി, പിലിയും ഫിംബ്രിയ നമുക്ക് രണ്ടുപേരും പറയാം. ഓക്കെ, അപ്പോൾ ഒരുപാട് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളിലും അതുപോലെ തന്നെ കുറച്ച് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളിലും കാണുന്ന ഒരു ഷോർട്ട് ഫൈൻ ഹെയർ ലൈക്ക് അപ്പൻഡേജ് ആണെന്ത് ഫിംബ്രിയ എന്ന് പറയുന്നത്. ഫ്ലജെല്ല എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഫിംബ്രിയ എന്ന് പറയുന്നത് മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നതല്ല. അതെന്താണ്, അഡ്ഹഷന് വേണ്ടിയിട്ട്, എവിടെയെങ്കിലും പോയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, എവിടെയെങ്കിലും എന്താണ് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ്. അപ്പൊ അത് പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഫിംബ്രിയ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പൈലസ് എന്ന് പറയുന്നത് എന്താണ്, സെക്സ് പൈലസ് പ്രസന്റ് ആണ്. അതായത് നിങ്ങളൊക്കെ എന്താണ് കോൺജുഗേഷൻ കേട്ടിട്ടുണ്ടോ? കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറ്റിക് ട്രാൻസ്ഫർ ആണ്. ഒരു ജനറ്റിക് ട്രാൻസ്ഫർ ആണ്. ഇപ്പോൾ ഒരു ബാക്ടീരിയൽ സെല്ലാണെന്ന് വിചാരിക്കുക, ഇവിടെ മറ്റൊരു ബാക്ടീരിയൽ സെല്ല്. അപ്പൊ ഇവിടെ ഒരു പ്ലാസ്മിഡ് പ്രസന്റ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു DNA പ്രസന്റ് ആണ്. അത് ഈ ഒരു DNA ഇപ്പുറത്തെ സെല്ലിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ജീൻ ട്രാൻസ്ഫർ അവിടെ നടക്കണം. മെയിനായിട്ട് ജീൻ ട്രാൻസ്ഫർ നടക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ ആൻഡ് കോൺജുഗേഷൻ ആണ്. അപ്പൊ ഈ കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഈ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ഒരു കോൺജുഗേറ്റിംഗ് ട്യൂബ് ഫോം ചെയ്തിട്ട് ഇവിടെ നിന്നും മറ്റേ ആ ഒരു അനദർ സെല്ലിലേക്ക് എന്താണ് ഈ ഒരു പ്ലാസ്മിഡിനെ ട്രാൻസ്ഫർ പറയുന്ന പേരാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഈ ട്യൂബ് ഫോം ചെയ്യുന്നതാണ് കോൺജുഗേറ്റിംഗ് ട്യൂബ് എന്ന് പറയുന്നത്. ഈ കോൺജുഗേറ്റിംഗ് ട്യൂബ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് സെക്സ് പൈലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പൈലസ് ആണ്, ഒരു ഫിംബ്രിയ പോലെയുള്ള ഒരു എന്താണ് ഒരു ഹെയറിലേക്ക് അപ്പൻഡേജ് ആണ് ആദ്യം വരിക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ എൻലാർജ് ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നു, മറ്റൊരു സെല്ലിലേക്ക് ടച്ച് ആവുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തതിനു ശേഷം ഇവിടെ ജീൻ ട്രാൻസ്ഫർ നടക്കുന്നു. അതിനുശേഷം വീണ്ടും അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ കോൺജുഗേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്, ആ ഒരു ജീൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഈ ഒരു പൈലസ്, ഈ പൈലി എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു അപ്പൻഡേജ് എന്താണ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫിംബ്രിയയുടെയും പൈലസിന്റെയും ഫങ്ഷൻസ് കിട്ടിയല്ലോ. ഒന്ന് അഡ്ഹഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജീൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സെല്ലുലാർ അപ്പൻഡേജസിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് ക്യാപ്സ്യൂൾ വരുന്നുണ്ട്. ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ആ ഒരു ബാക്ടീരിയൽ സെൽ വാളിന്റെ ഔട്ട്സൈഡ് ആയിട്ട് വരുന്ന ഒരു എന്താണ് ഒരു അമോർഫസ് വിസിഡ് മെറ്റീരിയൽ ആണ്. അതെന്താണ് ഒരു കുറച്ചും കൂടി ഒരു എന്താണ് പറയാ, ഒരു വഴുവഴുപ്പുള്ള ഒരു സ്ട്രക്ചറാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്ന ആ ഒരു ഔട്ടർ ലെയർ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ക്യാപ്സ്യൂൾ എന്ന് പറയും. അത് വെൽ ഓർഗനൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സ്ലൈം ലെയർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ക്യാപ്സ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്ന ഒരു ഔട്ടർ ലെയർ ഉണ്ടാവും. നമ്മൾ ഈ ഒരു സെൽ വാളിന് പുറത്തുകൂടെ എന്താണ് ഒരു ഔട്ടർ ലെയർ ഉണ്ടാവും. അതൊരു വെൽ ഓർഗനൈസ്ഡ് ആണെങ്കിൽ അതിന് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ക്യാപ്സ്യൂൾ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാലോ, ഒരു എന്താണ് നമ്മുടെ സെൽ വാളിന് പുറത്ത് വരുന്ന ഒരു ഔട്ടർ കവറിംഗ് ആണ് എന്ത് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. സെൽ വാൾ തന്നെ ഓൾറെഡി ഒരു കവറിംഗ്, അതിന് ഔട്ട്സൈഡ് ആയിട്ട് വരുന്ന ഒരു ഔട്ടർ വിസിഡ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ് എന്ത് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. It can protect bacteria from the phagocytosis. Phagocytosis എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു ബാക്ടീരിയ നമ്മളുടെ ഒരു ഹോസ്റ്റിലേക്ക്, ഒരു ഹ്യൂമൻ ബോഡിയിലേക്ക് കടക്കുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ആക്ട് ആസ് എ ഫോറിൻ ബോഡി ആയി ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് അവിടെ ഫാഗോസൈറ്റോസിസ് നടക്കും. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കില്ലിംഗ് ഓഫ് ഫോറിൻ ബോഡീസ് ആണ്. അപ്പൊ ഒരു ബാക്ടീരിയ നമ്മളുടെ ബോഡിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള മാക്രോഫേജസുകൾ പോയിട്ട് എന്ത് ചെയ്യുന്നു, ആ ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നു. അവിടെ പോയിട്ട് അതിനെ ഇൻജസ്റ്റ് ചെയ്തിട്ട് അതിനെ കില്ല് ചെയ്യപ്പെടാൻ ചെയ്യാം. അത്തരത്തിൽ പറയുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപ്സ്യൂൾ പ്രസന്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അവിടെ എന്താണ് ആ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഫാഗോസൈറ്റോസിസ് അവിടെ നടക്കില്ല. അപ്പൊ എന്താണ് അവിടെ ആ ഒരു ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ നിന്ന് അതുകൊണ്ട് തന്നെ എന്താണ് അതോടെ ഒരു വിർലൻസ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഒരു വിർലൻസ് ഫാക്ടറാണ്. അവിടെ നിന്നാണ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഡിസീസസുകൾ കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയക്ക്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ബാക്ടീരിയത്തിന് എന്താണ് ഫാഗോസൈറ്റോസിസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാപ്സ്യൂൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു അമോർഫസ് വിസിഡ് മെറ്റീരിയൽ ആണെന്ത് ഈ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ ഡ്രൈയിങ്ങിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഒരു സെല്ല് ഡ്രൈ ആയി പോകുന്നതിൽ നിന്ന് എന്താണ് ഈ ഒരു ക്യാപ്സ്യൂൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ബയോഫിലിം ഫോർമേഷൻ ആൻഡ് അഡ്ഹഷൻ, അതായത് നമ്മുടെ
ഒരു കത്തീഡ്രൈസ്ഡ് പേഷ്യന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഈവൻ ഒരു ബ്ലഡ് വെസൽസിൽ വരെ മെയിനായിട്ട് നമ്മൾ കത്തീഡ്രൈസ്ഡ് പേഷ്യൻസിലൊക്കെ എന്താണ് കത്തീറ്റർ ട്യൂബിലൊക്കെ ബയോഫിലിംസ് ഫോം ചെയ്യാറുണ്ട്. ബയോഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബാക്ടീരിയൽ സെല്ലുകൾ അല്ലെങ്കിൽ ഈസ്റ്റ് സെല്ലുകളോ വന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ആ ഒരു ട്യൂബിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അഡ്ഹർ ചെയ്യുന്നു. അവിടെ ഈ ക്യാപ്സ്യൂളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവിടെ അഡ്ഹർ ചെയ്ത് നിൽക്കുന്നു. അതിന് മുകളിൽ ഓരോരോ സെല്ലുകൾ വരുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു എക്സ്ട്രാ സെല്ലുലാർ മെറ്റീരിയൽ ഫോം ചെയ്യാം. അപ്പൊ അതുവഴി എന്ത് ചെയ്യുന്നു, ഒരു ഔട്ടർ കവറിങ് ഫോം ചെയ്യുന്നു. ഒരുപാട് ബാക്ടീരിയൽ സെല്ലുകൾ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഔട്ടർ കവറിങ് അവിടെ ഫോം ചെയ്യുന്നു അതിൻ്റെ ഉള്ളിൽ, ആ ട്യൂബിന്റെ ഉള്ളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു എക്സ്ട്രാ ഒരു കവറിങ് കൂടി വരുന്നത് കൊണ്ട് തന്നെ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സുകളോ അല്ലെങ്കിൽ മറ്റുള്ള മെഡിസിൻ ട്രീറ്റ്മെന്റുകളൊന്നും എന്താണ് ആ ഒരു ബാക്ടീരിയക്ക് ഏൽക്കാതെ വരും. അതെന്താണ്, അതും ഒരു വിർലൻസ് ഫാക്ടറാണ് എന്ത്, ബയോഫിലിം ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബയോഫിലിം ഫോർമേഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, മെയിൻ ആയിട്ട് ക്യാപ്സ്യൂൾസുകൾ. ഒരുപാട് ജീൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാലും എന്താണ് ക്യാപ്സ്യൂളുകളും എന്താണ് ഈ ബയോഫിലിം ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്യാപ്സ്യൂൾസിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസുകൾ ഓർത്ത് വെക്കുക. എന്താണ്, പ്രിവെന്റ് ഫ്രം ദ ഫാഗോസൈറ്റോസിസ് ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊട്ടക്ട് ഫ്രം ദ ഡ്രൈയിങ് ഔട്ട് ആൻഡ് നെക്സ്റ്റ് വൺ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഫോർ ദ ബയോഫിലിം ഫോർമേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്യാപ്സ്യൂൾസിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഏകദേശം ക്യാപ്സ്യൂൾസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ആയിരിക്കും കാണുക, ഒരു ഔട്ടർ ഹാലോ ആയിട്ടായിരിക്കും കാണുക. ഇത് കണ്ട ഒരു സെൽ വാളിന്റെ ഔട്ടർ ആയിട്ട് വരുന്നതാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ ഇത്രയാണ് ഒരു ബാക്ടീരിയയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഒരു മോർഫോളജി എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ, ഒരു സെല്ലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഷേപ്പ് ഓഫ് ദ ബാക്ടീരിയ ഡിഫറെന്റ് ഷേപ്പിൽ പ്രസന്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു എന്താണ് ഒരു ടോപ്പിക്കാണ് ഷേപ്സ് ഓഫ് ബാക്ടീരിയകളുടെ ഷേപ്പുകൾ എന്ന് പറയുന്നത്. മെയിനായിട്ട് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, നമ്മൾ ഗ്രാം പോസിറ്റീവ് കോക്കെ, ഗ്രാം നെഗറ്റീവ് ബാസിലെ എന്ന് പറയും. അപ്പൊ എന്താണ് കോക്കെ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ഒരു ഓവൽ ഓർ സ്ഫെറിക്കൽ സെല്ലാണ്. കോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മീനിങ് ബെറി. നമ്മളെന്താണ് ഗ്രീക്ക് വേർഡിൽ ബെറി എന്നുള്ളതിന് അർത്ഥമാണ് കോക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറി എന്നർത്ഥം. ബെറി എങ്ങനെയാണ്, ഒരു സ്ഫെറിക്കൽ ഷേപ്പ് അല്ലേ. അപ്പൊ അത്തരത്തില് കോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഓവൽ ഓർ സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും കോക്കസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോക്കെ എന്ന് പറയുന്നത്. സിംഗുലർ ഫോം ആണ് കോക്കസ് എന്ന് പറയുന്നത്, പ്ലൂറൽ ഫോം ആണ് കോക്കെ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് ബാസിലെ എന്ന് പറയുന്നത് എന്താണ്, ഒരു റോഡ് ഷേപ്പ്ഡ് ആയിരിക്കും. ഓക്കെ, സിംഗുലർ ഫോം എന്ന് പറയുന്നത് ബാസിലസ് ആണ്, പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ബാസിലെയാണ്. ബാസിലെ ആണെങ്കിൽ എന്താണ്, ഒരു റോഡ് ഷേപ്പ്ഡ് ആയിരിക്കും. കോക്കെ ആണെങ്കിൽ എന്താണ്, റൗണ്ട് ഷേപ്പ്ഡ് അല്ലെങ്കിൽ എന്താണ് സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. ബാസിലെ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു റോഡ് ഷേപ്പ്ഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതിന്റെ അറേഞ്ച്മെന്റിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പൊ ഒരു കോക്കെ സെല്ലുകൾ എന്താണ് ക്ലസ്റ്റർ ആയിട്ട് കാണാറുണ്ട്. ഇതിപ്പോ ഒരു കോക്കെ സെല്ലുകളാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കൂട്ടമായിട്ട്, ഒരു ബഞ്ച് ഓഫ് കോക്കെ എന്ന് പറയാം. അതായത് ഒരുപാട് കൂട്ടങ്ങളായിട്ട് എന്താണ് ഒരു ഗ്രൂപ്പായിട്ട് കാണും, അതിന് നമുക്ക് പറയാം ക്ലസ്റ്റേഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ് പെയറുകളായിട്ട് കാണും, രണ്ട് കോക്കെ ഇങ്ങനെ രണ്ട് പെയറായിട്ട് കാണും. ഓക്കെ, അങ്ങനെ പെയേഴ്സ് ആയിട്ട് കാണാം. അല്ലെങ്കിൽ എന്താണ് ചില കേസിൽ എന്താണ് ചെയിൻസ് ആയിട്ട് കാണപ്പെടാറുണ്ട്. ചില കോക്കെ എന്താണ് ഇങ്ങനെ ചെയിൻസ് ആയിട്ട് കാണപ്പെടാറുണ്ട്. ഓക്കെ, അങ്ങനെ പല രീതിയിൽ ഓരോ സെല്ലുകൾ കാണാറുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിൽ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് ഇത് കോക്കേനും ബാസിലിന്റെ ബേസിസിൽ എന്താണ് ഗ്രാം പോസിറ്റീവ് കോക്കെ, ഗ്രാം നെഗറ്റീവ് കോക്കെ, ഗ്രാം പോസിറ്റീവ് ബാസിലെ, ഗ്രാം നെഗറ്റീവ് ബാസിലെ, അങ്ങനെ നമുക്ക് മെയിൻ ആയിട്ട് 4 ക്ലാസിഫിക്കേഷൻ ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഗ്രാം പോസിറ്റീവ് എന്താന്ന് പറഞ്ഞു, ഗ്രാം നെഗറ്റീവ് എന്താന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഗ്രാം നെഗറ്റീവ് ബാസിലെ, ഗ്രാം നെഗറ്റീവ് കോക്കെ, ഗ്രാം പോസിറ്റീവ് കോക്കെ, ഗ്രാം പോസിറ്റീവ് ബാസിലെ എന്നുള്ളത് ഇനി എന്താന്നുള്ളത് പറയണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഷേപ്സിൽ പറയുന്നത്. ഇതിന്റെ ആ ഒരു അറേഞ്ച്മെന്റിന്റെ ബേസിസിൽ, അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ക്ലസ്റ്റേഴ്സ് ആയിട്ട് കാണാം, പെയേഴ്സ് ആയിട്ട് കാണാം, ചെയിൻ ആയിട്ട് കാണാം, അങ്ങനെ പല രീതിയിൽ കാണാം. അപ്പൊ അതിന്റെ ബേസിസിൽ നമുക്ക് പല രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോ അതിന് കുറച്ച് എക്സാമ്പിൾസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ക്ലസ്റ്റേഴ്സ്. ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് എന്താണ് ഒരു കൂട്ടമായിട്ട് കാണുന്നതാണ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലസ്റ്റേഴ്സ് ആയിട്ട് കാണുന്നതിന് എക്സാമ്പിൾ ആണ് സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്നത്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ സ്റ്റെഫൈലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേപ്പ് ലേക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ സ്റ്റെഫൈലോകോക്കസ് എന്താണ് കോക്കെ, അപ്പൊ ഒരു ഗ്രേപ്പ് ലേക്ക് അറേഞ്ച്മെന്റ് ഓഫ് കോക്കസ് ആണ്. ഗ്രേപ്പ് ലേക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ബഞ്ച് ആയിട്ടാണ്, ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് ഫോം ചെയ്യുക. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ് സ്റ്റെഫൈലോകോക്കസ്. ആ ഒരു ഗ്രേപ്പ് ലേക്ക് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്നത്. ക്ലസ്റ്റേഴ്സ് ഓഫ് കോക്കെ ആയിട്ടാണ് സ്റ്റെഫൈലോകോക്കസ് കാണുക.
ഓക്കെ, അപ്പൊ ക്ലസ്റ്റർ ആയിട്ട് കാണുന്നതിന് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ചെയിൻസ് ഓഫ് കോക്കി. കോക്കി എന്താണ് ചെയിൻസ് ആയിട്ട് കാണുന്നത്, ചെയിൻസ് ഓഫ് കോക്കി ആയിട്ട് കാണുന്നതിന് എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷീസ്. സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷീസിൽ പെട്ടിട്ടുള്ള സ്പീഷീസുകൾ എന്താണ് ചെയിൻ ആയിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ പെയർ, ഇതുപോലെ പെയർ ആയിട്ട് കാണപ്പെടും. പെയർ ആയിട്ട് കാണുന്നതിന് മെയിൻ എക്സാമ്പിൾ ആണത് ന്യൂമോകോക്കി എന്ന് പറയുന്നത്, അതേപോലെ തന്നെ എൻഡ്രോകോക്കസ് എന്ന് പറയുന്നതും. അത് ലാൻസ്യുലേറ്റഡ് ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു കുറച്ച് എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ലാൻസ്യുലേറ്റഡ് ഷേപ്പ്, ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്ഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അത് ന്യൂമോകോക്കസ് ആയിരിക്കാം. അല്ലെങ്കിൽ എന്താണ് പെയർ ഓർ ഷോർട്ട് ചെയിൻ ഒരു സ്പെക്ടക്കിൾ ആയിട്ട് ഒരു എന്താണ് ഒരു കണ്ണട പോലെയാണ് കാണുന്നുണ്ടെങ്കിൽ എന്താണ് സ്പെക്ടക്കിൾ പോലെയാണ് കാണുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കണ്ണട പോലെയാണ് കാണുന്നുണ്ടെങ്കിൽ എന്താണ് അത് എൻഡ്രോകോക്കസ് ആയിരിക്കാം. ഓക്കെ, പെയറായിട്ട് ഇങ്ങനെ ഒരു എന്താണ് സ്പെക്ടക്കിൾ ഷേപ്ഡ് ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്താണ് സ്പെക്ടക്കിൾ ഷേപ്ഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻഡ്രോകോക്കസ് ആയിരിക്കും. ലാൻസ്യുലേറ്റ് ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ ന്യൂമോകോക്കസ് ആയിരിക്കും. ഓക്കെ, പെയർസ് തന്നെ രണ്ടെണ്ണം പറഞ്ഞു. പെയർ ഇൻ ലാൻസ്യുലേറ്റ് ഷേപ്ഡ് ആണെങ്കിൽ ന്യൂമോകോക്കസ്, പെയർ ഇൻ സ്പെക്ടക്കിൾ ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ എൻഡ്രോകോക്കസ്. നെക്സ്റ്റ് വൺ ടെട്രാഡ്, അതായത് 4 ടെട്രാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കോക്കി ഇതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റന്റ് ആയിട്ട് കാണാറുണ്ടെങ്കിൽ അതിന് എക്സാമ്പിൾ ആണ് മൈക്രോകോക്കസ് എന്ന് പറയുന്ന സ്പീഷീസ്. അതേപോലെ തന്നെ ഒക്ടേറ്റ് 8 എണ്ണം ഇതുപോലെ 8 കോക്കേസ് ഇതുപോലെ ഇങ്ങനെ ബഞ്ചായിട്ട് കാണാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് സാർസീന എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. അപ്പോൾ ഇത്രയും അതിന്റെ ഗ്രാം പോസിറ്റീവ് കോക്കയിൽ വരുന്നതാണ്. ക്ലസ്റ്റർ ആയിട്ട് കാണുന്നത് സ്റ്റഫൈലോകോക്കസ്, ചെയിൻ ആയിട്ട് വരുന്നത് സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷീസ്, പെയർസ് ഇൻ ലാൻസ്യുലേറ്റ് ഷേപ്പ് ന്യൂമോകോക്കസ്, സ്പെക്ടക്കിൾ ഷേപ്പ് പെയർസ് ആയിട്ട് കാണുന്നത് എൻഡ്രോകോക്കസ്, ടെട്രാഡ്സ് മൈക്രോകോക്കസ്, ഒക്ടേറ്റ് ആയിട്ട് സാർസീന. ഓക്കെ, ഇനി അടുത്തത് ഗ്രാം നെഗറ്റീവ് കോക്കെ. ഗ്രാം നെഗറ്റീവ് കോക്കെ ഇൻ പെയർസ് വിത്ത് ലെൻസ് ഷേപ്ഡ്. ഇതാണ് ലെൻസ് ഷേപ്ഡ്. ഇതുപോലെ ലെൻസ് ഷേപ്ഡ് ആയിട്ട് കാണാണെന്നുണ്ടെങ്കിൽ അതെന്താണ് മെനിഞ്ചോകോക്കസ് ആണ്. ഓക്കെ, ലെൻസ് ഷേപ്പ് പെയർസിൽ ലെൻസ് ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ മെനിഞ്ചോകോക്കസ് ആണ്. അത് ഇനി കിഡ്നി ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ കിഡ്നി ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഗോണോകോക്കസ് ആണ്. ഓക്കെ, നെയ്സീരിയ ഗോണോകോക്കെ, നെയ്സീരിയ മെനിഞ്ചൈറ്റിസ് ഒക്കെ നമുക്ക് അറിയുന്നതല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള എന്താണ് പെയർസ് ഇൻ ലെൻസ് ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ മെനിഞ്ചോകോക്കസ് ആണ്, പെയർസ് ഇൻ കിഡ്നി ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഗോണോകോക്കസ് ആണ്. ഓക്കെ, ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് ഗ്രാം നെഗറ്റീവ് കോക്കയ്ക്ക് വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ഗ്രാം പോസിറ്റീവ് ബാസില്ല, GPB എന്ന് പറയും. ഗ്രാം പോസിറ്റീവ് ബാസിലയില് ചെയിൻ ബാംബൂ സ്റ്റിക്ക് അപ്പിയറൻസ്. ഈ ബാസില എന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെയുള്ളതാണ്. ഇങ്ങനെ ബാംബൂ സ്റ്റിക്ക് അപ്പിയറൻസിൽ കാണുന്നതാണ് എന്ത് ബാസിലസ് ആന്ത്രാസിസ്. നമ്മൾ ആന്ത്രാക്സ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്നത്. ബാസിലസ് ആന്ത്രാസിസ് ആണെങ്കിൽ എന്താണ് ബാംബൂ സ്റ്റിക്ക് അപ്പിയറൻസ് ആയിരിക്കും. ഇതുപോലെ എന്താണ് ഒരു മുള പോലെ കാണും, അതാണ് ബാംബൂ സ്റ്റിക്ക് അപ്പിയറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ബാസില എന്നുള്ള ഒരു ചെയിൻ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോബാസിലസ് ആയിരിക്കും. സ്ട്രെപ്റ്റോബാസിലസ് ആണെന്നുണ്ടെങ്കിൽ ചെയിൻസ് ഓഫ് ബാസിലസ് ആയിട്ടായിരിക്കും കാണുക. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ചൈനീസ് ലെറ്റർ അല്ലെങ്കിൽ ക്യൂണിഫോം ഫോം എന്ന് പറയുന്നത്. കോർണി ബാക്ടീരിയൻ ഡിഫ്തീരിയ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ എന്താണ് ചൈനീസ് പാറ്റേൺ ആയിട്ട് അല്ലെങ്കിൽ ക്യൂണിഫോം ആയിട്ട് ഇങ്ങനെ എന്താണ് ലാംഡ ഷേപ്ഡ് എന്നൊക്കെ പറയും. ഇതുപോലെയുള്ള പല ഷേപ്പിലാണ് കാണുന്നുണ്ടെങ്കിൽ എന്താണ് അത് കോർണി ബാക്ടീരിയൻ ഡിഫ്തീരിയ ആയിരിക്കാം. ഓക്കെ, കോർണി ബാക്ടീരിയൻ ഡിഫ്തീരിയ ആണെന്നുണ്ടെങ്കിൽ എന്താണ് യൂണിഫോം ഷേപ്ഡ്. ഓക്കെ, നെക്സ്റ്റ് ആണ് പാലിസേഡ് പാറ്റേൺ. പാലിസേഡ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റോഡ് ഷേപ്പുകൾ ഇങ്ങനെ ഒരു പാലിസേഡ് പാറ്റേൺ ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡിഫ്തീരിയോയിഡ്സ് ആയിരിക്കാം. അതായത് കോർണി ബാക്ടീരിയൻ ഡിഫ്തീരിയ തന്നെ വരുന്ന അല്ലെങ്കിൽ കോർണി ബാക്ടീരിയം സ്പീഷീസിൽ തന്നെ അതിന് സിമിലർ ആയിട്ട് വരുന്ന കുറച്ച് കമൻസൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, അതാണ് ഡിഫ്തീരിയോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഡിഫ്തീരിയോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ പാലിസോയിഡ് അറേഞ്ച്മെന്റ് ആയിട്ടാണ് കാണുക. പാലിസേഡ് പാറ്റേണിൽ കാണുന്നത് ഡിഫ്തീരിയോയിഡ്സ് ആണ്. പിന്നെ നെക്സ്റ്റ് ആണ് ഫിലമെന്റസ് ഫോമിൽ, ബ്രാഞ്ചഡ് ആൻഡ് ഫിലമെന്റസ് ഫോമിൽ കാണുന്നതാണ് ആക്ടിനോമൈസിസ്, അതുപോലെ തന്നെ നൊക്കാഡിയ ഒക്കെ പറയുന്നത്. ആക്ടിനോമൈസിസ് ആൻഡ് നൊക്കാഡിയ സീൻ ആസ് ദ ഫിലമെന്റസ് ആൻഡ് ബ്രാഞ്ചഡ് ഫോം. ഓക്കെ, അപ്പോൾ GPBയിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താണ് ബാംബൂ സ്റ്റിക്ക് അപ്പിയറൻസ് കാണിക്കുന്നത് ബാസിലസ് ആന്ത്രാസിസ്, ചെയിൻസ് ആയിട്ട് കാണുന്നത് സ്ട്രെപ്റ്റോബാസിലസ്, ചൈനീസ് ലെറ്റർ യൂണിഫോം ഫോം ആയിട്ട് കാണുന്നത് കോർണി ബാക്ടീരിയൻ ഡിഫ്തീരിയ, പാലിസൈഡ് അറേഞ്ച്മെന്റ് ആയിട്ട് കാണുന്നത് ഡിഫ്തീരിയോയിഡ്സ് ആൻഡ് ബ്രാഞ്ചഡ് ആൻഡ് ഫിലമെന്റസ് ഫോം ആയിട്ട് കാണിക്കുന്നത് ആക്ടിനോമൈസിസ് ആൻഡ് നൊക്കാഡിയ. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആണ് ഗ്രാം നെഗറ്റീവ് ബാസിലെ GNB എന്ന് പറയുന്നത്. ഗ്രാം നെഗറ്റീവ് ബാസിലെ പ്ലിയോമോർഫിക് എന്ന് പറയും. പ്ലിയോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഫോംസ്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു സ്ട്രക്ചർ ഒന്നുമില്ല, പല രീതിയിൽ പല വേരിയസ് ഷേപ്പിൽ അത് കാണപ്പെടുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്ലിയോമോർഫിക് എന്ന് പറയുന്നത്. എന്താണ് ഒരു പ്രത്യേക ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്ലിയോമോർഫിക് ആയിട്ട് വരുന്ന രണ്ട് ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ഹീമോഫിലസും അതുപോലെ തന്നെ പ്രോട്ടിയസും.
ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, അതേപോലെ തന്നെ പ്രോട്ടിയസ് വൾഗാരിസ്, പ്രോട്ടിയസ് മിറാബിലിസ്, അങ്ങനെയുള്ള പ്രോട്ടിയസ് സ്പീഷീസ് എന്താണ് പ്ലിയോമോർഫിക് ആണ്. അവർ നമ്മളെന്താ ഗ്രാം സ്മിയർ എടുത്ത് നോക്കിയാൽ പല ഷേപ്പിൽ അത് കാണപ്പെടും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ പറയുന്നതാണ് നമ്മൾ പ്ലിയോമോർഫിക് എന്ന് പറയുന്നത്. പ്ലിയോമോർഫിക്കിന് എക്സാമ്പിൾ ആണത് ഹീമോഫിലസ് ആൻഡ് പ്രോട്ടിയസ്. നെക്സ്റ്റ് ആണ് തംപ്രിന്റ് അപ്പിയറൻസ്. തംപ്രിന്റ് അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാം സ്മിയർ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു അങ്ങനെ കുറെ ഗ്രാം നെഗറ്റീവ് ബാസിൽ ഇങ്ങനെ ഒരു നമ്മളുടെ തംപ്രിന്റ് പോലെ, നമ്മുടെ തംപ്രിന്റ് ഉണ്ടല്ലോ അതുപോലെ അങ്ങനെ ആ ഒരു സ്ട്രക്ചറിൽ ആ ഒരു അപ്പിയറൻസിൽ കാണുന്നതാണിത്. ബോർഡറ്റെല്ല പെർട്ടൂസിന്റെ കേസിലാണ് അങ്ങനെ കാണാം. ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ഓക്കെ, വൂപ്പിംഗ് കഫ് കോസ് ചെയ്യുന്നതാണ് ബോർഡറ്റെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്ര വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. തംപ്രിന്റ് അപ്പിയറൻസിൽ കാണുന്നത് ബോർഡറ്റെല്ല പെർട്ടൂറിസ്. പിന്നെ നെക്സ്റ്റ് ആണ് കോമ ഷേപ്പ്ഡ് ഫിഷ് ഇൻ സ്ട്രീം അപ്പിയറൻസ് എന്ന് പറയും. അതുപോലെ എന്താണ് ഒരു കോമ ഷേപ്പ്ഡ് ആയിട്ട് കാണുന്നതാണത് വിബ്രിയോ കോളറ. വിബ്രിയോ കോളറയുടെ അപ്പിയറൻസിന് പറയുന്ന പേരാണ് ഫിഷ് ഇൻ സ്ട്രീം അപ്പിയറൻസ്. അതായത് എന്താണ് ഒരു അരുവിയിലൂടെ മീനുകൾ പോകുന്ന പോലെ ആയിരിക്കും അതിന്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കോമ ഷേപ്പ്ഡ്. ഓക്കെ, അപ്പൊ കോമ ഷേപ്പ്ഡ് ആയിട്ട് കാണുന്ന ഒരു ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ ആണെന്ന് വിബ്രിയോ കോളറ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കർവ്ഡ് ഷേപ്പ്. കർവ്ഡ് ഷേപ്പിൽ കാണുന്നതാണ് കാമ്പൈലോബാക്ടറും അതുപോലെ തന്നെ ഹെലിക്കോബാക്ടറും. കാമ്പൈലോബാക്ടർ അതുപോലെ തന്നെ ഹെലിക്കോബാക്ടർ ഇന്റെസ്റ്റിനൽ മാനിഫെസ്റ്റേഷൻസ് കോസ് ചെയ്യുന്ന സം കൈൻഡ് ഓഫ് ഓർഗാനിസംസ് ആണെന്ത് കാമ്പൈലോബാക്ടർ അതുപോലെ തന്നെ ഹെലിക്കോബാക്ടറും. ഓക്കെ, പിന്നെ സ്പൈറലി കോയിൽഡ് ആണെന്നുണ്ടെങ്കിൽ സ്പൈറോക്കീറ്റ്സ്. സ്പൈറോക്കീറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് സ്പൈറൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. സ്പൈറോക്കീറ്റ്സ് ലൈക്ക് എന്താണ് നമ്മളുടെ ട്രിപ്പോണീമ, സിഫിലിസ് കോസ് ചെയ്യുന്ന ട്രിപ്പോണീമ, അതുപോലെ തന്നെ ഒരുപാട് സ്പൈറോക്കീസുകൾ വരുന്നുണ്ട്. അതിൽ പെട്ടതാണെന്ന് ട്രിപ്പോണീമ വരുന്നത്. സ്പൈറൽ ഷേപ്പ്ഡ് ആയിരിക്കും വരിക. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് സ്പൈറില്ല. റിജിഡ് സ്പൈറൽ ഫോം ആണെന്നുണ്ടെങ്കിൽ സ്പൈറില്ല, വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. പിന്നെ ബാക്ടീരിയ ദാറ്റ്സ് ലാക് സെൽവാൾ. ലാക് സെൽവാൾ ഉള്ളത് ആരാണ്? മൈക്കോപ്ലാസ്മ. നമ്മൾ ഓൾറെഡി പറഞ്ഞു സെൽവാൾ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഓർഗാനിസം ആരാണ്? മൈക്കോപ്ലാസ്മയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിള് നിങ്ങൾ ഓർത്തു വെക്കുക. ഇത് നിങ്ങൾ നോക്കിയിരിക്കണം. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിത് എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ക്ലസ്റ്റർ ആയിട്ട് കാണുന്നത് ഒരിക്കൽ കൂടി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ക്ലസ്റ്റർ ആയിട്ട് കാണുന്നത് സ്റ്റെഫൈലോകോക്കസ്, ചെയിൻ ആയിട്ട് കാണുന്നത് സ്ട്രെപ്റ്റോകോക്കസ്, പെയേഴ്സ് ലാൻസുലർ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ന്യൂമോകോക്കസ്, പെയേഴ്സ് സ്പെക്ടിക്കിൾ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ എൻഡ്രോകോക്കസ്, ടെട്രാഡ്സ് ആണെന്നുണ്ടെങ്കിൽ മൈക്രോകോക്കസ്, ഒക്ടേറ്റ് ആണെന്നുണ്ടെങ്കിൽ സാർസീന. പിന്നെ ഗ്രാം നെഗറ്റീവ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പേയേഴ്സിൻ ലെൻസ് ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ മെനിഞ്ചോകോക്കസ്, പേയേഴ്സിൻ കിഡ്നി ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഗോണോകോക്കസ്, ആൻഡ് ഗ്രാം പോസിറ്റീവ് ബാസിലയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ബാംബു സ്റ്റിക്ക് അപ്പിയറൻസ് കാണിക്കുന്ന ബാസിലസ് ആന്ത്രാസിസ്, ചെയിൻ ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ ചെയിൻസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോബാസിലസ്, യൂണിഫോം ഫോംസിലാണെന്നുണ്ടെങ്കിൽ കോർണിബാക്ടീരിയം ഡിഫ്തീരിയ, പാലിസൈഡ് അറേഞ്ച്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഡിഫ്തീരിയോയിഡ്സ്, പിന്നെ ബ്രാഞ്ചഡ് ആൻഡ് ഫിലമെന്റസ് ഫോം ആണെന്നുണ്ടെങ്കിൽ ആക്ടിനോമൈസിസ് ആൻഡ് നൊക്കാഡിയ. നെക്സ്റ്റ് ആണ് ഗ്രാം നെഗറ്റീവ് ബാസിൽ. ഗ്രാം നെഗറ്റീവ് ബാസിലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പ്ലിയോമോർഫിസം കാണിക്കുന്നത് ഹീമോഫിലസ് ആൻഡ് പ്രോട്ടിയസ്, തംപ്രിന്റ് അപ്പിയറൻസ് കാണിക്കുന്നത് ബോർഡറ്റെല്ല പെർട്ടൂസിസ്, കോമ ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിഷ് ഇൻ സ്ട്രീം അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ വിബ്രിയോ കോളറ, ആൻഡ് കർവ്ഡ് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ കാമ്പൈലോബാക്ടർ ആൻഡ് ഹെലിക്കോബാക്ടർ, ആൻഡ് സ്പൈറലി കോയിൽഡ് ആൻഡ് ഫ്ലെക്സിബിൾ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്പൈറോക്കീറ്റ്സ് ലൈക്ക് ട്രിപ്പോണിമ, ആൻഡ് സ്പൈറൽ റിജിഡ് സ്പൈറൽ ഫോംസ് ആണെന്നുണ്ടെങ്കിൽ സ്പൈറില്ലം, ആൻഡ് ദ ബാക്ടീരിയ ലാക്ക് ദ സെൽ വാൾ ദാറ്റ് ഈസ് മൈക്കോപ്ലാസ്മ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. ഇത് പഠിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് എന്താണ് ഏതൊക്കെയാണ് ഗ്രാം പോസിറ്റീവ് കോക്കയ്ക്ക് എക്സാമ്പിൾ, ഏതാണ് ഗ്രാം നെഗറ്റീവ് കോക്കയ്ക്ക് എക്സാമ്പിൾ, ഏതാണ് ഗ്രാം പോസിറ്റീവ് ബാസിലേക്ക് എക്സാമ്പിൾ, ഏതാണ് ഗ്രാം നെഗറ്റീവ് ബാസിലേക്ക് എക്സാമ്പിൾ എന്നുള്ളത് കൊണ്ട് ഇത് കൂടെ കിട്ടും. ഓക്കെ, ആ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാമ്പിൾസ് ഫോർ ഗ്രാം നെഗറ്റീവ് ബാസിൽ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫോർ ഗ്രാം നെഗറ്റീവ് കോക്കെ, എക്സാമ്പിൾ ഫോർ ഗ്രാം നെഗറ്റീവ് കോക്കെ, അങ്ങനെ ആ പല രീതിയിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ആണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോർഫോളജിയിൽ വരുന്നത്. മോർഫോളജി ഓഫ് ബാക്ടീരിയ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി എന്താണ് സ്റ്റെയിനിങ് ടെക്നിക്സ്. അപ്പോൾ സ്റ്റെയിനിങ് ടെക്നിക്സ് നമ്മൾ പറയുമ്പോൾ ഒരുപാട് സ്റ്റെയിനിങ് ടെക്നിക്സ് മൈക്രോബയോളജിയിൽ വരുന്നുണ്ട്. ഒരുപാട് എന്താണ് പല സ്പെഷ്യൽ സ്റ്റെയിനുകളൊക്കെ വരുന്നുണ്ട്. പല ബാക്ടീരിയക്കും ഒരുപാട് സ്പെഷ്യൽ സ്റ്റെയിൻസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നത്, പക്ഷെ നമുക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റെയിനിങ് ടെക്നിക്സുകൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്തിനാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത്? നമ്മളൊരു ഒരു ഒബ്ജക്റ്റിനെ നമ്മളൊരു സാധാരണ ഒരു മൈക്രോസ്കോപ്പിലൂടെ സ്റ്റെയിൻ ഒന്നും ചെയ്യാതെ നോക്കുമ്പോൾ അവിടെ എന്താണ് ഒരു കോൺട്രാസ്റ്റ് ഉണ്ടാവുന്നില്ല. നമുക്ക് എന്താണ് അവിടെ അതിന്റെ ഒരു വിഷ്വൽ എഫക്റ്റ് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നില്ല. അതിന്റെ ഒരു കളർ കോൺട്രാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെയിനിങ് ചെയ്യുന്നത്. അതിന്റെ വിസിബിലിറ്റി ഒന്നുകൂടി എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയിനിങ് ചെയ്യുന്നത്. സ്റ്റെയിനിങ് അതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ സ്റ്റെയിനിങ് എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കോൺട്രാസ്റ്റ് കളർ കോൺട്രാസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു
വിസിബിലിറ്റി എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയിനിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റെയിനിങ്ങിന്റെ പർപ്പസ് മനസ്സിലായല്ലോ. നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നമ്മളത് ഫിക്സ് ചെയ്യണം. ഒരു സ്മിയറിനെ നമ്മളെന്താണ് ആ ഒരു സ്ലൈഡിലേക്ക് ഫിക്സ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആ സ്റ്റെയിൻ ഒഴിക്കുമ്പോൾ എന്താണ് അത് അതോടുകൂടെ തന്നെ ഒലിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മൾ ആ ഒരു സ്മിയറിനെ ഫിക്സ് ചെയ്യണം. മെയിനായിട്ട് ചെയ്യുന്ന ഫിക്സിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഹീറ്റ് ഫിക്സേഷൻ ഉണ്ട്, കെമിക്കൽ ഫിക്സേഷൻ ഉണ്ട്. ഹീറ്റ് ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് നമ്മൾ സ്മിയർ ഒക്കെ എടുത്തതിന് ശേഷം സ്ലൈഡിൽ സ്മിയർ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ബൺസൺ ബേണർ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹീറ്റ് സർഫസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഹീറ്റ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ എയർ ഡ്രൈ വഴി നമുക്ക് എന്താണ് ഫിക്സ് ചെയ്യാൻ പറ്റും. എയറിൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം നമുക്ക് എന്താണ് എയർ ഡ്രൈ ആക്കിയതിന് ശേഷം ഫിക്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് സർട്ടൻ കെമിക്കൽ ഫിക്സേഷൻസ് ഉണ്ട്, ലൈക്ക് മെത്തനോളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്താണ് ഒരു കെമിക്കൽ ഫിക്സേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു സെല്ലിനെ പ്രിസർവ് ചെയ്ത് ആ ഒരു പൊസിഷൻ തന്നെ ഫിക്സ്ഡ് ആക്കി വെക്കുന്നതിന് പറയുന്ന പേരാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഫിക്സേഷൻ നമ്മൾ എന്താണ് സ്റ്റെയിനിങ്ങിന്റെ മുമ്പായിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, മെയിനായിട്ട് ചെയ്യുന്ന രണ്ട് ടെക്നിക്സുകൾ എന്ന് പറയുന്നത് ഹീറ്റ് ഫിക്സേഷന്, അതുപോലെ തന്നെ കെമിക്കൽ ഫിക്സേഷന്, അതുപോലെ തന്നെ എയർ ഡ്രൈ വഴി നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, കെമിക്കൽ ഫിക്സേഷൻ എക്സാമ്പിൾ ആണ് മെത്തനോൾ ഫിക്സേഷൻ. ഓക്കെ, ഫിക്സേഷനും കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇനി മെയിനായിട്ട് എന്തൊക്കെ തരത്തിലുള്ള സ്റ്റെയിനിങ് ടെക്നിക്കുകൾ ഉണ്ട് നോക്കാം. ഫസ്റ്റ് വൺ സിമ്പിൾ സ്റ്റെയിനിങ്. എന്താണ് സിമ്പിൾ സ്റ്റെയിനിങ്? സിമ്പിൾ സ്റ്റെയിനിങ് ഇസ് സിമ്പിൾ. അതായത് എന്താണ് ഒരു സിംഗിൾ സ്റ്റെയിൻ മാത്രം യൂസ് ചെയ്യുന്നത്. ഒരു ബേസിക് ഡൈ സച്ച് ആസ് മെത്തിലീൻ ബ്ലൂ ഓർ ബേസിക് ഫിഷിൻ, അങ്ങനെ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സിംഗിൾ സ്റ്റെയിൻ മാത്രം യൂസ് ചെയ്യുന്നതാണ് സിമ്പിൾ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പേരിൽ തന്നെ ഉണ്ട് സിമ്പിൾ സ്റ്റെയിൻ. സിമ്പിൾ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ എന്താണ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഒരു സ്റ്റെയിൻ മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് സിമ്പിൾ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ് ആ ഒരു നമ്മളൊരു കളർ കോൺട്രാസ്റ്റ് കൂട്ടുന്നുണ്ട്, പക്ഷെ എന്താണ് എല്ലാ ബാക്ടീരിയയും ഒരേ കളറിൽ നമുക്ക് കാണാൻ പറ്റുക. ആ ഒരു സ്മിയറിലുള്ള എല്ലാ ബാക്ടീരിയയും, അതിലൊരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ടാവും, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ടാവും, ഒരു ബാസിലെ ഉണ്ടാവും, ഒരു കോക്കിയ ഉണ്ടാവും, പല രീതിയിലുണ്ടാവും. അപ്പോൾ അതിലൊക്കെ എന്താണ് ഒരു സിംഗിൾ കളറാണ് നമ്മൾ നമുക്ക് ആ ഒരു സ്റ്റെയിനിങ് വഴി കിട്ടുക. അതാണ് സിമ്പിൾ സ്റ്റെയിൻ എന്ന് പറയുന്നത്. സിമ്പിൾ സ്റ്റെയിൻ എന്നുള്ളത് എന്താ മനസ്സിലായല്ലോ, ഒരു സിംഗിൾ സ്റ്റെയിൻ മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് സിമ്പിൾ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രശ്നം എന്താണ്, എല്ലാ ബാക്ടീരിയക്കും എന്താണ് ആ ഒരു സ്മിയറിൽ ഏതൊക്കെ ബാക്ടീരിയ ഉണ്ടോ അതിനൊക്കെ എന്താണ് ആ ഒരു സിംഗിൾ കളറെ കിട്ടുള്ളൂ. ഓക്കെ, ഇനി എന്താണ് നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നെഗറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇന്ത്യ ഇങ്ക് അതേപോലെ നിഗ്രോസിനാണ്. ഓക്കെ, അപ്പൊ അതിലെന്ത് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ടിനെ സ്റ്റെയിൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ബാക്ടീരിയൽ അല്ലെങ്കിൽ ഈസ്റ്റിന്റെ ആ ഒരു ക്യാപ്സ്യൂൾ ലെയറിന് എന്താണ് അത് സ്റ്റെയിൻ ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഇങ്ക് സ്റ്റെയിനിങ് ഫോർ ദ ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂൾ എന്താന്ന് പറഞ്ഞല്ലോ, ഒരു വിസിറ്റ് അമോർഫസ് മെറ്റീരിയൽ ഔട്ട്സൈഡ് ദ സെൽ വാൾ ആണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു വെറ്റ് മൗണ്ട് പോലെ ഒരു ഡ്രോപ്പ് ഓഫ് ഇന്ത്യ ഇങ്ക് എടുക്കും, അതിലേക്ക് എന്ത് ചെയ്യും നമ്മൾ ബാക്ടീരിയൽ സസ്പെൻഷൻ ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് സസ്പെൻഡ് ചെയ്തതിനു ശേഷം അതിന് മുകളിൽ കവർ സ്ലിപ്പ് വെക്കുന്നു. എന്നിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുക ചെയ്യുക. മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലാക്ക് കളറായിട്ട് കാണും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ക്യാപ്സ്യൂൾ പ്രസന്റ് ആണെങ്കിൽ അവിടെ മാത്രം എന്ത് ചെയ്യുന്നു, ഒരു ഹാലോ ആയിട്ട് എന്താണ് അവിടെ മാത്രം സ്റ്റെയിൻ ചെയ്യില്ല, അവിടെ നിന്ന് അൺസ്റ്റെയിൻഡ് ആയിട്ട് ആ ഒരു ക്യാപ്സ്യൂൾ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അത്തരത്തില് അവിടെ എന്താണ് നമ്മൾ ആ ഒരു ബാക്ടീരിയ സെൽ എന്ത് ചെയ്യുന്നു, സ്റ്റെയിൻ ചെയ്യുന്നില്ല, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് സ്റ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാപ്സ്യൂൾ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. മനസ്സിലായാലും എന്തുകൊണ്ടാണ് അത് നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇവിടെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ആണ് സ്റ്റെയിൻ ചെയ്യുന്നത്, ബാക്ടീരിയൽ സെല്ലല്ല സ്റ്റെയിൻ ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് നമ്മൾ ബാക്ടീരിയൽ സെല്ലിനെയാണ് സ്റ്റെയിൻ ചെയ്യിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, ആ ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് ബ്ലാക്ക് കളറിൽ കാണുന്നത്. ആ ഒരു ക്യാപ്സ്യൂൾ അവിടെ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അത് മാത്രം എന്ത് ചെയ്യുന്നു, അൺസ്റ്റെയിൻഡ് ആയിട്ട് ഒരു ഹാലോ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. നെഗറ്റീവ് സ്റ്റെയിനിങ്ങിന് എക്സാമ്പിൾ ആണ് ഇന്ത്യ ഇങ്ക് അതുപോലെ തന്നെ നിഗ്രോസിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിന്റെ ഫംഗ്ഷൻ തന്നെ അതാണ്. അതായത് നമ്മൾക്ക് എന്താണ് ഇപ്പോൾ പലതരത്തിലുള്ള ബാക്ടീരിയ നമ്മളുടെ ഒരു സ്മിയറിൽ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിനെന്താണ് ഓരോ ബാക്ടീരിയക്ക് അതിന്റെ ഫീച്ചേഴ്സ് അനുസരിച്ചിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സ്റ്റെയിൻസ് ആണ് ഡിഫറൻഷ്യൽ സ്റ്റെയിൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ അതൊരു ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആണ്. അവിടെ എന്ത് ചെയ്യുന്നു, ഗ്രാം നെഗറ്റീവ് ബാസിലിനെ ഗ്രാം നെഗറ്റീവ് ആയിട്ട് ഒരു പിങ്ക് കളറായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ ഒരു പർപ്പിൾ കളറായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ രണ്ടായിട്ട് നമുക്ക് ആ ഒരു സിംഗിൾ സ്റ്റെയിനിങ് ടെക്നിക്സ് വഴി തന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അത്തരത്തിൽ പറയുന്ന സ്റ്റെയിനിങ് ടെക്നിക്സ് ആണെന്ന് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. 2 stains are used which impart the different colors to the different bacteria or the bacterial structures which help into the differentiating bacteria. അതായത് 2 സ്റ്റെയിൻസ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ 2 സ്റ്റെയിൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു അതിൽ പ്രസന്റ് ആയിരിക്കുന്ന ബാക്ടീരിയൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. എന്താണ്, ഇപ്പൊ ഗ്രാം സ്റ്റെയിനിങ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ പിങ്ക് ആയിട്ടും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ പർപ്പിൾ ആയിട്ടും രണ്ടായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും സിംഗിൾ സ്മിയറിൽ തന്നെ. അതുകൊണ്ടാണ് അതിനെ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണെന്ന് ഗ്രാം സ്റ്റെയിൻ, ഡിഫറൻഷിയേറ്റ് ബാക്ടീരിയ ആൻഡ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ബാക്ടീരിയ ദാറ്റ് ഈസ് ആസിഡ് ഫാസ്റ്റ് ഓർ നോൺ ആസിഡ് ഫാസ്റ്റ്. ഓക്കെ, നമുക്ക് എന്താണെന്നുള്ളത് പിന്നീട് നോക്കാം. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ആൽബർട്ട് സ്റ്റെയിനിങ്. ആൽബർട്ട് സ്റ്റെയിനിങ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് അല്ലെങ്കിൽ എന്താണ് ഇൻക്ലൂഷൻ ഗ്രാനുൾസ് ഒക്കെ അത്തരത്തിലുള്ള ഗ്രാനുൾസിനെ സ്റ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആൽബർട്ട് സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൽബർട്ട് സ്റ്റെയിൻസ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് പ്രസന്റ് ആയിരിക്കുന്നതും മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് ആബ്സെന്റ് ആയിട്ടുള്ള ബാക്ടീരിയ രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതും ഒരു ഡിഫറൻഷ്യൽ സ്റ്റെയിൻ ആണ്. ഓക്കെ, മെയിൻ ആയിട്ട് വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രാം സ്റ്റെയിനും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനും. നിങ്ങൾ എന്തായാലും അത് ഓർത്തിരിക്കണം. ഓക്കെ, ഗ്രാം സ്റ്റെയിൻ ഈസ് എ ഡിഫറൻഷ്യൽ സ്റ്റെയിൻ ആൻഡ് ഓൾസോ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഈസ് ഓൾസോ എ ഡിഫറൻഷ്യൽ സ്റ്റെയിൻ. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ഇംപ്രിഗ്നേഷൻ മെത്തേഡ്. ഇംപ്രിഗ്നേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയൽസ് ഇപ്പോൾ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താണ് തിന്നായിട്ടുള്ള ഇപ്പോൾ സ്പൈറോക്കിഡ്സ്, ട്രിപ്പോണിമ പോലെയുള്ള സ്പൈറോക്കിഡ്സ് സെല്ലുകൾ എന്ന് പറയുമ്പോൾ വളരെ തിന്നായിട്ടുള്ള സെല്ലുകളാണ്. അല്ലെങ്കിൽ വേണ്ട നമ്മളൊരു ഫ്ലജല്ല എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ഫ്ലജല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഒരു വിപ്ലേക്ക് സ്ട്രക്ചറാണ്, വളരെ തിന്നായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു തിൻ സ്ട്രക്ചേഴ്സിനെ നമുക്ക് എന്താണ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെറ്റാലിക് സിൽവർ സോൾട്ടുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെ ഇംപ്രിഗ്നേറ്റ് ചെയ്യുന്നു. അതിലേക്ക് അതിന്റെ ആ ഒരു തിക്നെസ് കൂട്ടിയതിനു ശേഷം അതിനെ ഒരു മെറ്റൽസ് വെച്ച് ഇംപ്രിഗ്നേറ്റ് ചെയ്ത് നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കുന്നതിനെ പറയുന്ന പേരാണ് ഇംപ്രിഗ്നേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ബാക്ടീരിയൽ ഫ്ലജെല്ല ആൻഡ് സ്പൈറോക്കിഡ്സ്. അത്തരത്തിൽ തിന്നായിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ ഇംപ്രിഗ്നേറ്റ് ചെയ്ത് തിക്കൻ ചെയ്തിട്ട് കാണിക്കാൻ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണെന്ന് ഇംപ്രിഗ്നേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിഫറെന്റ് ടെക്നിക്സ്, ഡിഫറെന്റ് സ്റ്റെയിനിങ് ടെക്നിക്സിൽ പറയാനുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് വൺ സിമ്പിൾ സ്റ്റെയിനിങ് പറഞ്ഞു. സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ എന്താണ് ഒരു സിംഗിൾ ഡൈ മാത്രം യൂസ് ചെയ്യുന്നതാണ്. അവിടെ എന്താണ് എല്ലാ ബാക്ടീരിയ സിംഗിൾ കളറായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് വൺ ആണ് നെഗറ്റീവ് സ്റ്റെയിനിങ്. നെഗറ്റീവ് സ്റ്റെയിനിങ്ങിൽ എന്താണ് ബാക്ക്ഗ്രൗണ്ടിനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്, ബാക്ടീരിയസ് എല്ലാം എന്തെങ്കിലും സ്റ്റെയിൻ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നെഗറ്റീവ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണെന്നത് ഇന്ത്യ ഇങ്ക് അല്ലെങ്കിൽ നിഗ്രോസിൻ സ്റ്റെയിനിങ് എന്നൊക്കെ പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ക്യാപ്സ്യൂൾ ഡെമോൺസ്ട്രേഷൻ ഓഫ് ക്രിപ്റ്റോകോക്കസിനൊക്കെ വേണ്ടിയിട്ട് CSF ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. ക്രിപ്റ്റോകോക്കസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഫംഗസ് ആണ്, ഒരു ഈസ്റ്റ് സെല്ലാണ്. ആ ഒരു ഈസ്റ്റ് സെൽ എന്ത് ചെയ്യുന്നു മെനിഞ്ചൈറ്റിസ് ഒക്കെ കോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും CSF എക്സാമിൻ ചെയ്യുമ്പോൾ ഈ നിഗ്രോസിൻ അല്ലെങ്കിൽ ഇന്ത്യ ഇങ്ക് സ്റ്റെയിൻ വെച്ചിട്ട് നമുക്ക് എന്താണ് അവിടെ ആ ഒരു ഈസ്റ്റ് സെൽ പ്രസന്റ് ആണോ അല്ലേ എന്നുള്ള നമുക്ക് ഒരു പ്രിലിമിനറി റിപ്രസെന്റേറ്റീവ് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നെക്സ്റ്റ് ടെക്നിക്കാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് സ്റ്റെയിൻസ് യൂസ് ചെയ്തിട്ട് രണ്ട് ബാക്ടീരിയ രണ്ടായിട്ട് കാണുന്നതാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഗ്രാം സ്റ്റെയിനിങ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ടെക്നിക്കാണ് ഇംപ്രിഗ്നേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ തിന്നായിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ നമുക്ക് എന്താണ് തിക്കൻ ചെയ്തിട്ട് ഇംപ്രിഗ്നേറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇംപ്രിഗ്നേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ബാക്ടീരിയൽ ഫ്ലജെല്ല ഡെമോൺസ്ട്രേഷൻ ആൻഡ് സ്പൈറോക്കിഡ് ഡെമോൺസ്ട്രേഷൻ ഇസ് ദ എക്സാമ്പിൾ ഫോർ ദ ഇംപ്രിഗ്നേഷൻ മെത്തേഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഡിഫറെന്റ് ടെക്നിക്സിൽ പറയുന്നത്. കുറച്ച് സ്പീഡായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഒരു സിമ്പിൾ സ്റ്റെയിൻ ക്രിസ്റ്റലോവൈറ്റ് സ്റ്റെയിൻ ആണ്, ഈക്കോളയുടെ ഒരു ക്രിസ്റ്റലോവൈറ്റ് സ്റ്റെയിൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സിമ്പിൾ സ്റ്റെയിൻ ആണ്. അതേപോലെ തന്നെ കോർണി ബാക്ടീരിയ യൂസ് ചെയ്യുന്ന ഒരു മെത്തിലീൻ ബ്ലൂ സ്റ്റെയിൻ ആണ്, അത് പ്രകാരമായിരിക്കും ഉണ്ടാവുക. പിന്നെ ഡിഫറൻഷ്യൽ സ്റ്റെയിൻസിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഗ്രാം സ്റ്റെയിൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ബാസിലിൻ കാണുന്നുണ്ട്, ഗ്രാം നെഗറ്റീവ് ബാസിലിൻ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോൺ ആസിഡ് ഫാസ്റ്റ് ആസിഡ് ബാക്ടീരിയയും ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇന്ത്യ ഇങ്ക് സ്റ്റെയിൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ ആ ഒരു ബാക്ടീരിയലിന്റെ ക്യാപ്സ്യൂൾ മാത്രം എന്താണ് ഒരു ഹാലോ ആയിട്ടും കാണും. ഇതാണ് ഇന്ത്യ ഇങ്ക് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ക്രിപ്റ്റോകോക്കസിന്റെ സ്റ്റെയിനിങ് ആണിത്. പിന്നെ ഇതൊരു ഫ്ലജെല്ലാർ സ്റ്റെയിനിങ് ആണ്, ഒരു ഇംപ്രിഗ്നേഷൻ ടെക്നിക്കാണ് ഇത്. ഫ്ലജെല്ലാർ സ്റ്റെയിനിങ്, ഫ്ലജെല്ല കുറച്ചും കൂടി തിക്കൻ ചെയ്തിട്ട് ഇംപ്രിഗ്നേറ്റ് ചെയ്തിട്ട് കാണിക്കുന്നതാണ് ഇംപ്രിഗ്നേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത്
എൻഡോസ്പോർ ഡെമോൺസ്ട്രേഷൻ ആണ്, സ്പോർസിനെ സ്റ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അതിന്റെ ജസ്റ്റ് ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള 2 എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഗ്രാം സ്റ്റെയിനിങ് പറഞ്ഞു, സെക്കൻഡ് വൺ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് പറഞ്ഞു. അപ്പോൾ അതിൽ ഗ്രാം സ്റ്റെയിനും ആസിഡ് ഫാസ്റ്റും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ജസ്റ്റ് അതിന്റെ പ്രൊസീജിയേഴ്സും അതിന്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളും ഓർത്ത് വെക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഗ്രാം സ്റ്റെയിനിങ്. ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്ന ടെക്നിക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഗ്രാം എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1884 അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഹാൻസ് ക്രിസ്റ്റ്യൻ ഗ്രാം എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1884 ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്റ്റെയിനിങ് ടെക്നിക്കാണ് ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അതിന്റെ ജസ്റ്റ് പ്രൊസീജിയർ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഗ്രാം പോസിറ്റീവ് സെൽ വാൾ, എന്താണ് ഗ്രാം നെഗറ്റീവ് സെൽ വാൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിന്റെ പ്രൊസീജിയർ നോക്കാം. ഓക്കെ, ഒരുപാട് തിയറീസ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഗ്രാം സ്റ്റെയിനിങ്ങിൽ. pH തിയറി, ആസിഡ് തിയറി, ഒരുപാട് തിയറികൾ വരുന്നുണ്ട്. സെൽ വാൾ തിയറി അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണ്ട. അപ്പോൾ ജസ്റ്റ് എന്തുകൊണ്ടാണ് ഒരു ഗ്രാം പോസിറ്റീവ് സെൽസിനെ പിങ്ക് ആയിട്ട് കാണുന്നത്, എന്തുകൊണ്ടാണ് ഒരു ഗ്രാം നെഗറ്റീവ് എന്തുകൊണ്ടാണ് ഒരു ഗ്രാം നെഗറ്റീവ് സെല്ലിനെ പിങ്ക് ആയിട്ട് കാണുന്നത്, എന്തുകൊണ്ടാണ് ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ പർപ്പിൾ ആയിട്ട് കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അതിന്റെ പ്രൊസീജിയർ. അപ്പോൾ എന്താണ് ഫസ്റ്റ് വൺ ഫിക്സേഷൻ. നമ്മൾ പറഞ്ഞു എന്താണ് ഒരു സ്റ്റെയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, എയർ ഡ്രൈ അല്ലെങ്കിൽ ഹീറ്റ് ഫിക്സേഷൻ ആണ് ചെയ്യുന്നത്. ഹീറ്റ് ഫിക്സേഷൻ അല്ലെങ്കിൽ എയർ ഡ്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്രൈമറി സ്റ്റെയിൻ ആയിട്ടുള്ള ക്രിസ്റ്റൽ വയലറ്റ് അല്ലെങ്കിൽ ജംഗ്ഷൻ വയലറ്റ് അല്ലെങ്കിൽ മീതൽ വയലറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക ക്രിസ്റ്റൽ വയലറ്റ് ആണ്. ഓക്കെ, അപ്പൊ ക്രിസ്റ്റൽ വയലറ്റ് പോലെയുള്ള പ്രൈമറി സ്റ്റെയിൻ ഏതാണ്, ക്രിസ്റ്റൽ വയലറ്റ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ക്രിസ്റ്റൽ വയലറ്റ് പോലെയുള്ള പ്രൈമറി സ്റ്റെയിൻ നമ്മൾ ആഡ് ചെയ്യുന്നു. ഒരു 1 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്ലൈഡിൽ കീപ്പ് ചെയ്യുന്നു. അത് 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത് വാട്ടർ വെച്ച് റിൻസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിന് മോർഡന്റ് വെച്ചിട്ട് ഗ്രാം സൈഡിനെ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രൈമറി സ്റ്റെയിനായുള്ള ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഫുൾ ബാക്ടീരിയ, ഇഫ് ഇറ്റ് ഈസ് ഗ്രാം നെഗറ്റീവ് ഓർ ഗ്രാം പോസിറ്റീവ്, എല്ലാ ബാക്ടീരിയ ഒക്കെ എന്ത് ചെയ്യുന്നു, ആ ഒരു വയലറ്റ് കളർ എടുക്കുന്നു. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഗ്രാം നെഗറ്റീവ് ഓർ ഗ്രാം പോസിറ്റീവ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ പ്രൈമറി സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവിടെ എല്ലാ ബാക്ടീരിയ എന്താണ് വയലറ്റ് കളറായിട്ടാണ് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്യുന്നു, 1 മിനിറ്റ് കീപ്പ് ചെയ്യുന്നു, വാട്ടർ വെച്ച് റിൻസ് ചെയ്ത് ഒഴിവാക്കുന്നു. എന്നിട്ട് അതിന് ശേഷം എന്തോ അതിലേക്ക് ഗ്രാം സൈഡിൻ ആഡ് ചെയ്യുന്നു. ഗ്രാം സൈഡിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു അയഡിന്റെ ഡൈലൂട്ടഡ് സൊല്യൂഷൻ ആണ്. ഓക്കെ, പൊട്ടാസ്യം അയഡൈഡും അയഡിനൊക്കെ വെച്ചിട്ട് എന്താണ് ഒരു അയഡിൻ സൊല്യൂഷൻ ആണ് ഗ്രാം സൈഡിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രാം സൈഡിൻ ആഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, അതും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 1 മിനിറ്റ് വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതും വാട്ടർ വെച്ചിട്ട് റിൻസ് ചെയ്ത് ഒഴിവാക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, ഗ്രാം സൈഡിൻ എന്ന് പറയുന്നത് എന്താണോ, ഇറ്റ് ആക്ട് ആസ് എ മോർഡന്റ് എന്നാണ്. മോർഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡൈനെയും ആ ഒരു നമ്മളുടെ ആ ഒരു സ്മിയറിനെയും അവിടെ എന്താണ് അത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒന്നുകൂടെ അതിന്റെ ആ ഒരു അറ്റാച്ച്മെന്റ് ഒന്നുകൂടി ഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി ആ ബൈൻഡിങ് ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണൻസിനെ പറയുന്ന പേരാണ് മോർഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോർഡന്റ് വിച്ച് ഈസ് യൂസിങ് ഇൻ ദ ഗ്രാം സ്റ്റെയിനിങ്. ഗ്രാം സ്റ്റെയിനിങ്ങിൽ യൂസ് ചെയ്യുന്ന മോർഡന്റ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, ഗ്രാം സൈഡിനാണ് ഇത് മോർഡന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈമറി സ്റ്റെയിൻ ഏതാ പറഞ്ഞത്, ക്രിസ്റ്റൽ വയലറ്റ് അല്ലെങ്കിൽ ജംഗ്ഷൻ വയലറ്റ് അല്ലെങ്കിൽ മീതൽ വയലറ്റ് നമുക്ക് യൂസ് ചെയ്യും. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ആണ്. ഓക്കെ, പിന്നെ മോർഡന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരാണ്, ഗ്രാം സൈഡിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാം സൈഡിൻ ആഡ് ചെയ്ത് 1 മിനിറ്റ് വെച്ച ശേഷം അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടർ വെച്ചിട്ട് നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ എന്താണ്, അത് ഒരു വയലറ്റ് കളർ ആയിട്ട്, കാരണം അവിടെ നിന്നാണ് വേറെ സ്റ്റെയിനിങ് ഒന്നും നടക്കുന്നില്ല, അവിടെ ബൈൻഡിങ് ഒന്നും സ്ട്രോങ് ആക്കുന്നേ ഉള്ളൂ. എല്ലാ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, ബ്ലൂ കളറായിട്ട് നിൽക്കുന്നുണ്ട്, വയലറ്റ് കളറായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീകളറൈസേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ, ഒരു പ്രൊസീജിയറാണ്. അപ്പൊ ഈ ഡീകളറൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് അസറ്റോൺ യൂസ് ചെയ്യാം, എത്തനോൾ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ അസറ്റോൺ ആൽക്കഹോൾ മിക്സ്ചർ യൂസ് ചെയ്യാം, അയഡിൻ അസറ്റോൺ മിക്സ്ചർ യൂസ് ചെയ്യാം. അങ്ങനെ പല തരത്തിലുള്ള ഡീകളറൈസിങ് ഏജൻസി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മെയിനായിട്ട് യൂസ് ചെയ്യുക അസറ്റോൺ ആണ്. അപ്പോൾ നമ്മൾ ഈ അസറ്റോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീകളറൈസർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു 1 മിനിറ്റ് ഒന്നും വെക്കില്ല, ഒരു ഏകദേശം ഒരു കുറച്ച് സമയം, ഒരു 1 to 2 seconds വെച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, വാട്ടർ വെച്ച് റിൻസ് ചെയ്യാം. അപ്പൊ ഈ ഡീകളറൈസേഷൻ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി റിൻസ് വിത്ത് വാട്ടർ ചെയ്യണം. ഓക്കെ, ഈ ഡീകളറൈസേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, പ്രൈമറി സ്റ്റെയിൻസിനെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അത് റിമൂവ് ചെയ്യുന്നു. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ നിന്നും അത് റിമൂവ് ചെയ്യുന്നില്ല. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. അതായത്
നമ്മളൊരു പ്രൈമറി സ്റ്റെയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താണ് ലാ ബാക്ടീരിയ എന്താണ് വയലറ്റ് കളറായിട്ട് മാറി. ഗ്രാം സൈഡിനെ ആഡ് ചെയ്തു, ഒന്നുകൂടെ അതോടെ സ്ട്രോങ് ആക്കി, ലാ ബാക്ടീരിയ വയലറ്റ് കളർ തന്നെയാണുള്ളത്. ഡീകളറൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ ഒക്കെ അത് ഡീകളറൈസ് ചെയ്ത് മാറ്റുന്നു. അതായത് ആ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ നിന്നുള്ള എന്താണ് ആ ഒരു വയലറ്റ് കളറിനൊക്കെ അത് എന്ത് ചെയ്യുന്നു? അത് ഡീകളറൈസ് ചെയ്ത് ഒഴിവാക്കുന്നു. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു? ആ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ നിന്നുള്ള വയലറ്റ് കളറിനെ അത് ഡീകളറൈസ് ചെയ്ത് ഒഴിവാക്കുന്നില്ല. ഓക്കെ, ഈ ഒരു സെന്റൻസ് ഓർത്ത് വെക്കുക. ഡീകളറൈസർ റിമൂവ്സ് ദ പ്രൈമറി സ്റ്റെയിൻ ഫ്രം ദ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ വൈൽ ദ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ റീറ്റെയിൻ ദ പ്രൈമറി സ്റ്റെയിൻ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്താണ് ആ പ്രൈമറി സ്റ്റെയിൻ റീറ്റെയിൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ഒരു കളർലെസ് ആയിട്ട് എന്താണ് പ്രത്യേക കളറൊന്നും ഇല്ലാതെ കാണപ്പെടുന്നു. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? വയലറ്റ് കളറിൽ തന്നെ കാണപ്പെടുന്നു. ഓക്കെ, പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റെയിൻ ആഡ് ചെയ്യുന്നു. സെക്കൻഡറി സ്റ്റെയിൻ ആയിട്ട് അല്ലെങ്കിൽ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാം നമ്മൾ കാർബോൾ ഫിക്ഷൻ അല്ലെങ്കിൽ സാഫ്രാനിനോ ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഡയലൂട്ട് കാർബോൾ ഫിക്ഷൻ അല്ലെങ്കിൽ സാഫ്രാനിനോ യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ആ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ പോയിട്ട് സ്റ്റെയിൻ ചെയ്യുന്നു. അതായത് ഏത് സെല്ലിനെയാണോ ഡീകളറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിനെ പോയിട്ട് സ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു 30 സെക്കൻഡ് വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് വീണ്ടും അത് വാട്ടർ വെച്ച് റിൻസ് ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു. നമ്മൾ ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവിൽ വെച്ചിട്ട് മൈക്രോസ്കോപ്പിൽ എക്സാമിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇതാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കൗണ്ടർ സ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ പിങ്ക് ആയിട്ടും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ വയലറ്റ് ആയിട്ടും കാണപ്പെടുന്നു. ഓക്കെ, കൗണ്ടർ സ്റ്റെയിൻ എപ്പോഴും എന്താണ് ഡീകളറൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെയാണ് കൗണ്ടർ സ്റ്റെയിൻ എടുക്കുന്നത്. കൗണ്ടർ സ്റ്റെയിൻ എന്താണ്? പ്രൈമറി സ്റ്റെയിൻ എടുക്കുന്നതോ എല്ലാ ബാക്ടീരിയനെ എടുക്കുന്നുണ്ട്. ഡീകളറൈസർ എന്താണ്? റിമൂവ്സ് ദ കളർ ഫ്രം ദ ഗ്രാം നെഗറ്റീവ് ഓൺലി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ പിങ്ക് കളറായിട്ടും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ വയലറ്റ് കളറായിട്ടാണ് കാണുക. ഇതുപോലെ ആയിരിക്കും നമ്മൾ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷനിൽ വരിക. ഗ്രാം പോസിറ്റീവ് ഓക്കെയുടെ എക്സാമ്പിൾസ് പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. വയലറ്റ് കളറായിരിക്കും. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് കളറായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ തന്നെ ഓൾ പ്രൊസീജിയർ, അതിന്റെ ഓൾ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് വൺ എന്ത് ചെയ്യുന്നു? നമ്മൾ ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യുന്നു. പ്രൈമറി സ്റ്റെയിൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതാണെന്ത് പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഇതാണ് ക്രിസ്റ്റൽ വയലറ്റ്. ഓക്കെ, പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? മോഡേൺ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഗ്രാം സൈഡിൻ ആഡ് ചെയ്യുന്നു. ഗ്രാം സൈഡിൻ മോഡേൺ ആയിട്ട്. അപ്പോഴും എന്താണ് ആദ്യം നമ്മളെന്താണ് എല്ലാ ബാക്ടീരിയനെയും എന്താണ് അത് വയലറ്റ് കളറായിട്ട് എടുത്തു. പിന്നെ മോഡേൺ ആയിട്ട് എത്തിയപ്പോഴും എന്താണ് അത് അവിടെ വയലറ്റ് കളറായിട്ട് തന്നെയാണുള്ളത്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു? ഡീകളറൈസർ ആണ്. ഡീകളറൈസ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയന്റെ ഉള്ളിലുള്ള ഇത് ഗ്രാം നെഗറ്റീവ് റോഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഗ്രാം നെഗറ്റീവ് റോഡ്സിന് എന്തായിരുന്നു? അത് ഡീകളറൈസ് ചെയ്യപ്പെട്ടു. മറ്റേ ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള കോക്കി എന്താണ് അതിന് അതുപോലെ തന്നെ കളർ റീറ്റെയിൻ ചെയ്തു. അവിടെ എന്താണ് ഡീകളറൈസേഷൻ നടന്നില്ല. ഓക്കെ, അപ്പോൾ ഡീകളറൈസേഷൻ ചെയ്തു. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ സെക്കൻഡറി സ്റ്റെയിൻ അല്ലെങ്കിൽ കൗണ്ടർ സ്റ്റെയിൻ ചെയ്തു. കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സെഫ്രാനിൻ അല്ലെങ്കിൽ കാർബോൾ ഫിക്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൗണ്ടർ സ്റ്റെയിൻ യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ഓൾറെഡി കളർലെസ് ആയിട്ടുള്ള ഡീകളറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ എന്തായിരുന്നു ഇവിടെ പിങ്ക് കളർ എടുത്തു. ഓക്കെ, അവിടെ അപ്പോൾ നമ്മൾ ഫൈനലിൽ എന്താ ചെയ്യുന്നു? ഗ്രാം നെഗറ്റീവ് പിങ്ക് കളറിലും ഗ്രാം പോസിറ്റീവ് വയലറ്റ് കളറിലും കാണപ്പെടുന്നു. ഓക്കെ, സിമ്പിൾ ആണ്. ഈ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓവറോൾ ഐഡിയ കിട്ടും. നെക്സ്റ്റ് ഒരു സ്റ്റെയിനിങ് ടെക്നിക്കാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പോൾ എൾറിച്ച് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, പോൾ എൾറിച്ച് ആണ് അത് ആദ്യമായിട്ട് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനുശേഷം സീൽ നെൽസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? അതിനെ മോഡിഫൈ ചെയ്തു. അതിന് പറയുന്ന പേരാണ് സീൽ നെൽസൺ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സീൽ നെൽസൺ ആസിഡ് ഫാസ്റ്റ് ടെക്നിക്കാണ് നമ്മളിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ പിന്നെ എന്താണ് മോഡിഫൈഡ് സീൽ നെൽസൺ ടെക്നിക്ക്, കിന്യൂൺ ടെക്നിക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു സീൽ നെൽസൺ ടെക്നിക്ക് ഓർത്ത് വെക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസത്തിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് മേജർ എക്സാമ്പിൾ എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്.
മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. അതായത് നമ്മൾ ടി ബി ട്യൂബർക്കുലോസിസ് കോസ് ചെയ്യുന്ന TB ബാക്ടീരിയ, ക്ഷയരോഗം കോസ് ചെയ്യുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് ഒരു മേജർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. നൊക്കാഡിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില പാരസൈറ്റ്സ് ലൈക്ക് ക്രിപ്റ്റോസ്പോറിഡിയം, ഐസോസ്പോറബെല്ലി, അങ്ങനെ തരത്തിലുള്ള കുറച്ച് പാരസൈറ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് എന്താണ് ആസിഡ് ഫാസ്റ്റ് ചെയിനുകൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ മേജറായിട്ട് നമ്മൾ റൊട്ടീൻ ലബോറട്ടറീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിന്റെ കേസിലാണ്. ഓക്കെ, അപ്പൊ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്നുള്ളത് എഴുതണം. ഓക്കെ, ഈ ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് അതിന്റെ മൈക്കോളിക് ആസിഡ് ആണ്. അതിന്റെ സെൽ വാൾ എന്താണ് ഒരു എക്സ്ട്രാ ഒരു കമ്പോണന്റ് മൈക്കോളിക് ആസിഡ് പ്രസന്റ് ആയിരിക്കും. നമ്മൾ ബാക്ടീരിയൽ സെൽ വാളിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ അവിടെ ടീക്കോയിക് ആസിഡ് ആണ് ഗ്രാം പോസിറ്റീവിൽ പ്രസന്റ് എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു മൈക്കോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഒരു കമ്പോണന്റ് കൂടെ പ്രസന്റ് ആയിരിക്കും എന്ത് ആസിഡ് ഫാസ്റ്റ്നെസ് ഉള്ള ബാക്ടീരിയ സെല്ലിൽ. ഓക്കെ, അപ്പൊ ഒരു MTB പോലെയുള്ള ഒരു ബാക്ടീരിയൽ സെല്ലിൽ എന്താണ് ഒരു മൈക്കോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കമ്പോണൻസ് കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് ആസിഡ് ഫാസ്റ്റ്നെസ് കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു നമ്മൾ ആസിഡ് ഡീകളറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലും അവിടെ എന്ത് ചെയ്യുന്നു, അതിനെ ഡീകളറൈസ് ചെയ്യപ്പെടുന്നില്ല, അതിനെ ഫാസ്റ്റൻ ചെയ്യുകയാണ്, അതിനെന്താണ് റെസിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അതിനെയാണ് ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പ്രൊസീജിയർ നോക്കാം. സീൽ-നെൽസൺ ടെക്നിക് അല്ലെങ്കിൽ ഹോട്ട് മെത്തേഡ് എന്ന് പറയും. കോൾഡ് മെത്തേഡ് എന്ന് പറയുന്നത് കിനിയോൺ ടെക്നിക് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഹോട്ട് മെത്തേഡ്, സീൽ-നെൽസൺ ടെക്നിക് എന്ന് പറയും. അവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്യാം, എന്താണ് സ്മിയറിനെ ഹീറ്റ് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രൈമറി സ്റ്റെയിൻ ആയിട്ടുള്ള കാർബോൾ ഫിക്ഷൻ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. സ്ട്രോങ് കാർബോൾ ഫിക്ഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് കാർബോൾ ഫിക്ഷൻ ആണ് ഇത് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഗ്രാം സ്റ്റെയിനിൽ നമ്മൾ എന്താണ് കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് ഡൈല്യൂട്ട് കാർബോൾ ഫിക്ഷൻ ആണ് ആഡ് ചെയ്തത്. ഇവിടെ എന്ത് ചെയ്യുന്നു, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൽ പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റഡ് കാർബോൾ ഫിക്ഷൻ ആണ് ആഡ് ചെയ്തത്. മാറിപ്പോവരുത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു കാർബോൾ ഫിക്ഷൻ നമ്മളൊരു സ്റ്റെയിൻ വെക്കും, സ്മിയർ വെക്കുന്നു. സ്മിയറിന് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്ട്രോങ് കാർബോൾ ഫിക്ഷൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു 5 minutes നമ്മൾ കീപ്പ് ചെയ്യുക. ആ ഒരു 5 minutes കീപ്പ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, അത് ഇന്റർമീഡിയന്റ് ആയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് സ്മിയർ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, അതിന്റെ താഴെ പോയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളൊരു സ്പിരിറ്റ് ലാമ്പ് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ചെറിയ രീതിയിൽ ഫ്യൂംസ് വരും. ആ ഫ്യൂംസ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും അത് വിഡ്രോ ചെയ്യുക. അങ്ങനെ ഒരു ഏകദേശം ഒരു 5 minute നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റർമീഡിയന്റ് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആ ഒരു സ്മിയറിനെ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു 5 minutes കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ഡീകളറൈസ് ചെയ്യപ്പെടുക ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പാണ് ഡീകളറൈസേഷൻ. ഇവിടെ ഡീകളറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ മെയിൻ ആയിട്ട് 25% സൾഫ്യൂരിക് ആസിഡ് ആണ്. 25% സൾഫ്യൂരിക് ആസിഡ് ആണെന്നുള്ള ഇവിടുത്തെ ഡീകളറൈസർ എന്ന് പറയുന്നത്. നമ്മളൊരു ഏകദേശം ഒരു 3 minutes നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീകളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഡീകളറൈസേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കൗണ്ടർ സ്റ്റെയിൻ ചെയ്യുന്നു. കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് മെത്തിലീൻ ബ്ലൂ ആണ്. മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഒരു 1 minute വെക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ടാപ്പ് വാട്ടർ വെച്ചിട്ട് റിൻസ് ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു, നമ്മൾ ഓയിൽ മെഷീൻ വെച്ചിട്ട് എക്സാമിൻ ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രൈമറി സ്റ്റെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് കാർബോൾ ഫിക്ഷൻ ആണ് ആഡ് ചെയ്യുന്നത്. കാർബോൾ ഫിക്ഷൻ എന്ന് പറയുന്നത് പിങ്ക് കളറാണ്. അപ്പോൾ അവിടെ എന്താണ് ബാക്ടീരിയൽ സെല്ലുകൾ എന്ത് ചെയ്യുന്നു, പിങ്ക് കളറായിട്ട് എടുക്കും. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഡീകളറൈസർ ആഡ് ചെയ്യുന്നു. ഡീകളറൈസർ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആസിഡ് ഫാസ്റ്റ്നെസ് ഉള്ള ബാക്ടീരിയ, ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു ഡീകളറൈസറിനെ റെസിസ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് ദർ ഈസ് ദ പ്രസൻസ് ഓഫ് ദ മൈക്കോളിക് ആസിഡ്. മൈക്കോളിക് ആസിഡ് പ്രസന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അത് അവിടെ ഡീകളറൈസറിനെ റെസിസ്റ്റ് ചെയ്യുന്നു. എന്താണ്, ഡീകളറൈസേഷൻ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ പിങ്ക് കളർ തന്നെ റീറ്റെയിൻ ചെയ്യും. നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, ഡീകളറൈസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. ഇതിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ചെയ്യുന്നു. കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് മെത്തിലീൻ ബ്ലൂ ആണ് ആഡ് ചെയ്യുന്നത്. മെത്തിലീൻ ബ്ലൂ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും അവിടെ സ്റ്റെയിൻ ചെയ്യാത്തതായിട്ടുള്ള അല്ലെങ്കിൽ ഡീകളറൈസ് ചെയ്യപ്പെട്ടുള്ള ബാക്ടീരിയ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിനെ പോയിട്ട് ബ്ലൂ കളർ എടുക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നു, ചെറിയ രീതിയിൽ ബ്ലൂ കളറായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഫൈനൽ നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ പിങ്ക് കളറും, നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ കളറായിട്ടായിരിക്കും കാണാം. ഓക്കെ, Mycobacterium tuberculosis appears as a long, slender, beaded, red-colored acid-fast bacillus. അതിന്റെ സ്ട്രക്ചർ പറയുന്നത് ഒരു മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എക്സാമിൻ ചെയ്യുമ്പോൾ ഒരു ലോങ് ബീഡഡ് സ്ട്രക്ചർ ആയിരിക്കും കാണാം. അങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് പോലെ നമുക്ക് തോന്നും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതർ നോൺ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസംസ് പ്രസന്റ് ഇൻ ദ സ്മിയർ ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് ടേക്ക് അപ്പ് ദ കൗണ്ടർ സ്റ്റെയിൻ അപ്പിയർ ബ്ലൂ. നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും, ബ്ലൂ കളറായിരിക്കും കാണാം. ഓക്കെ, അപ്പൊ ബ്ലൂവിൽ ഒരു പിങ്ക് കളർ ബാസിലെ കാണുകയാണെങ്കിൽ അതാണ് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ, അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റഡ് കാർബോൾ ഫിക്ഷൻ ആഡ് ചെയ്യുന്നു. ഏകദേശം നമ്മൾ ഒരു 5 minutes വെക്കുന്നു. നമ്മൾ ഇന്റർമീഡിയറ്റ് ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാത്തിനും എന്ത് ചെയ്യുന്നു, പിങ്ക് കളർ എടുക്കും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീകളറൈസർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ വാഷ് ചെയ്യുന്നു, ഡീകളറൈസർ ചെയ്യുന്നു. ഡീകളറൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയനെ മാത്രം എന്ത് ചെയ്യുന്നു, അത് അവിടെ കളർ റീറ്റെയിൻ ചെയ്യുന്നു. മറ്റുള്ള ബാക്ടീരിയ ഡീകളറൈസ് ചെയ്ത് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള മെത്തിലിയമ്പിൾ കൊടുക്കുന്നു. മെത്തിലിയമ്പിൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, ബ്ലൂ കളർ എടുക്കുന്നു. മറ്റ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, അത് പിങ്ക് കളർ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ പിങ്ക് കളർ, നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ബ്ലൂ കളർ ആയിട്ട് കാണും. ഓക്കെ, നമ്മളൊരു ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിന്റെ പിക്ചർ എന്ന് പറയുന്നത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ പിങ്ക് സ്ലെൻഡർ, ലോങ് സ്ലെൻഡർ ബീഡഡ് അപ്പിയറൻസ് ആയിരിക്കും മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ഒക്കെ കാണാം. പിന്നെ അടുത്ത കുറച്ച് സ്പെഷ്യൽ സ്റ്റെയിനിങ്ങൾ ജസ്റ്റ് പേര് നോട്ട് ചെയ്ത് വെക്കുക. അഥവാ ചോദിച്ചു കഴിഞ്ഞാലോ ഏതിനാണ് ഈ സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. സ്പോർ സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ട് നമുക്കറിയാം, സ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബാക്ടീരിയൽ സെല്ല് അതിനെന്തെങ്കിലും ഒരു അൺഫേവറബിൾ കണ്ടീഷൻ, എന്തെങ്കിലും ഒരു എന്താണ് ഒരു സ്ട്രെസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു, അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോമിനന്റ് സ്റ്റേജിലേക്ക് മാറുക ചെയ്യുക. ആ ഒരു ഡോമിനന്റ് സ്റ്റേജിനെ പറയുന്ന പേരാണ് സ്പോർ എന്ന് പറയുന്നത്. ആ ഒരു സ്പോർ ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്റ്റെയിൻ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എൻഡോസ്പോർസ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ അത്തരത്തിലുള്ള സ്പോർട്സിന് സ്റ്റെയിൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഷാഫ്രൺ ഫുൾട്ടൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്, അതിലൊരു മോസ്റ്റ് കോമൺ മെത്തേഡാണ് ഷാഫ്രൺ ഫുൾട്ടൺ മെത്തേഡ് എന്ന് പറയുന്നത്. മാലക്കൈറ്റ് ഗ്രീൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന മെയിൻ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷാഫ്രൺ ഫുൾട്ടൺ മെത്തേഡ് ആണ് എന്ത് എൻഡോസ്പോർ സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഷാഫ്രൺ ഫുൾട്ടൺ മെത്തേഡ്. പിന്നെ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസിന് ആൽബർട്ട് സ്റ്റെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽബർട്ട് സ്റ്റെയിൻ, അതുപോലെ തന്നെ നെയ്സർ സ്റ്റെയിൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസിന്. ആൽബർട്ട് സ്റ്റെയിൻ ആൻഡ് നെയ്സർ സ്റ്റെയിൻ. ഫ്ലജെല്ല സ്റ്റെയിനിങ്ങിന് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലൈഫ്സൺസ് മെത്തേഡ് അല്ലെങ്കിൽ റിയൂസ് മെത്തേഡ് ആണ്. ലൈഫ്സൺസ് മെത്തേഡ് ഓർ റിയൂസ് മെത്തേഡ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലജെല്ല സ്റ്റെയിനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇന്ത്യ ഇങ്കോ അല്ലെങ്കിൽ ലിഗ്രോസി മെത്തേഡ്സ് ആണ്. ഓക്കെ, പിന്നെ ഒരുപാട് സ്പെഷ്യൽ സ്റ്റെയിനുകൾ ഉണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ അത്രത്തോളം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോന്നിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് പേരുകൾ മാത്രം ഓർത്തു വെക്കുക. Shafran Fulton for the spore staining, Albert staining and Neisser staining for the metachromatic granules, Leifson's method and reuse method for the flagella staining, India Inga Negrosi for the capsular staining. Okay, ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു സ്റ്റെയിനിങ്ങിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു, മോർഫോളജി പറഞ്ഞു, കുറച്ച് മോർഫോളജി എന്താണ് ബാക്ടീരിയൽ സെല്ലിന്റെ മോർഫോളജി എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അൾട്രാ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയൽ സെല്ല് പറഞ്ഞു. ബാക്ടീരിയൽ സെല്ലിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു. സെൽ വാൾസിന്റെ ഡിഫറൻസുകൾ, ഡിഫറെന്റ് ഗ്രാം പോസിറ്റീവ് സെൽ വാളും നെഗറ്റീവ് സെൽ വാളും തമ്മിലുള്ള ഡിഫറൻസുകൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സൈറ്റോപ്ലാസത്തിൽ പ്രസന്റ് ആയിരിക്കുന്ന മറ്റുള്ള സെൽ ഓർഗനൽസിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഷേപ്പ് ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ബാക്ടീരിയൽ സെല്ലിനെ കുറിച്ച് പറഞ്ഞു. അത് വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസുകൾ പറഞ്ഞു, ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. പിന്നെ അതിനുശേഷം എന്താണ് കുറച്ച് സ്റ്റെയിനിങ് ടെക്നിക്സുകൾ പറഞ്ഞു. സ്റ്റെയിനിങ് ടെക്നിക്സ് തന്നെ ഗ്രാം സ്റ്റെയിനിങ്ങും അതുപോലെ തന്നെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. പിന്നെ സ്പെഷ്യൽ സ്റ്റെയിൻസിന്റെ പേരുകളൊക്കെ നമ്മൾ നോക്കി വെച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു മോർഫോളജി ആൻഡ് സ്റ്റെയിനിങ് പാർട്ടിൽ നോക്കി വെക്കുക. ഓക്കെ, നമ്മൾ വളരെ ബ്രീഫ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് വളരെ ഒരു എക്സാം ഓറിയന്റേഷൻ ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കണം. വളരെ ചുരുക്കിയതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നോക്കാം. The iodine used in the gram staining serve as a, already പറഞ്ഞിട്ടുണ്ടായിരുന്നു, iodine used in the gram staining serve as a എന്താണ്? ഓപ്ഷൻ എ ഹീലേറ്റർ, ഓപ്ഷൻ ബി കാറ്റലിസ്റ്റ്, ഓപ്ഷൻ സി മോഡന്റ് ആൻഡ് ഓപ്ഷൻ ഡി കോഫാക്ടർ. ഓപ്ഷൻ സി മോഡന്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓൾറെഡി പറഞ്ഞ കാര്യമായിരുന്നു. ഗ്രാം സ്റ്റെയിനിങ് എന്താണ്, ഒരു മോഡന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഗ്രാം സ്റ്റെയിനിങ്ങിൽ പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് ക്രിസ്റ്റൽ വയലറ്റ് അല്ലെങ്കിൽ ജംഗ്ഷൻ വയലറ്റ് അല്ലെങ്കിൽ മീഥൈൽ വയലറ്റ് യൂസ് ചെയ്യാം. മോഡന്റ് ആയിട്ട് ഗ്രാം സൈഡിന് യൂസ് ചെയ്യാം. ഡീകളറൈസർ ആയിട്ട് അസറ്റോൺ അല്ലെങ്കിൽ ആസിഡ് ആൽക്കഹോൾ യൂസ് ചെയ്യാം. പിന്നെ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് സാഫ്രാനിൻ അല്ലെങ്കിൽ കാർബോഫിക്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അയഡിൻ എന്താണ്, മോഡന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സർഫസ് അപ്പൻഡേജസ് ഓഫ് ബാക്ടീരിയ മെയിൻഡ് ഫോർ സെൽ അറ്റാച്ച്മെന്റ് ഡ്യൂറിംഗ് ദ കോൺജുഗേഷൻ ആർ കാൾഡ്. അതായത് കോൺജുഗേഷൻ സമയത്ത് സെൽ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺജുഗേഷന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ആരാണ്, ഫിംബ്രി അല്ലെങ്കിൽ പിലിയാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പിലി, ഓപ്ഷൻ ബി ഫ്ലജെല്ല, ഓപ്ഷൻ സി സ്പൈനെ ആൻഡ് ഓപ്ഷൻ ഡി സീലിയ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, പിലി. ഓക്കെ, ഫ്ലജെല്ല എന്ന് പറയുന്നതാണ് ലോക്കോമോഷന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. പിലിയ ഒരു ഫിംബ്രിയ നമ്മളെന്താണ് അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് ജീൻ ട്രാൻസ്ഫർ കോൺജുഗേഷന് വേണ്ടിയിട്ടൊക്കെയാണ് സഹായിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓൾറെഡി പറഞ്ഞ കാര്യം.
Bacterial chromosome is option A single stranded and circular, option B double stranded and circular, option C single stranded and linear, option D double stranded and linear. ഇവിടെ എന്താണ് ഓപ്ഷൻ ബി ഡബിൾ സ്റ്റാൻഡേർഡ് ആൻഡ് സർക്കുലർ കോയിൽഡ് സ്ട്രക്ചർ ആണ്, ന്യൂക്ലിയോയിഡിന്റെ സ്ട്രക്ചർ ആണ്. എന്താണ് സർക്കുലർ ആയിരിക്കും, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂക്ലിയോയിഡിന്റെ സ്ട്രക്ചർ ഒക്കെ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ, ഡബിൾ സ്റ്റാൻഡേർഡ് ആൻഡ് സർക്കുലർ. The region where bacterial genome resides is termed as, അതായത് ബാക്ടീരിയൽ ജീനോം റിസൈഡ്സ് ആയിട്ടുള്ള റീജിയൻ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ന്യൂക്ലിയസ്, ഓപ്ഷൻ ബി സൈറ്റോപ്ലാസം, ഓപ്ഷൻ സി ന്യൂക്ലിയോയിഡ്, ഓപ്ഷൻ ഡി റൈബോസോം ഫ്രീ റീജിയൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു യൂക്കാരിയോട്ടിന്റെ കേസിലാണെന്നെങ്കിൽ ഇവിടെ എന്താണ് ബാക്ടീരിയൽ ജീനോം അല്ല, ഒരു എന്താണ് യൂക്കാരിയോട്ടിക് സെല്ലിന്റെ ജീനോമാണ് ചോദിച്ചിട്ടുള്ളത്, നമുക്ക് എന്താ ന്യൂക്ലിയസ് പറയാം. ഇവിടെ എന്താണ് ബാക്ടീരിയൽ സെല്ലിന്റെ കേസിൽ എന്താണ് ന്യൂക്ലിയോയിഡ് ആണെന്ത് ജീനോംസ് റിസൈഡ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്ന പേര്, അതായത് ജെനറ്റിക് മെറ്റീരിയലിന് പറയുന്ന പേര് എന്താണ്, ന്യൂക്ലിയോയിഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, ന്യൂക്ലിയോയിഡ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ. Which of the following statement is true regarding gram positive bacteria? gram positive ബാക്ടീരിയന് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ cell wall has a thick peptidoglycan layer, option B cell wall lipid content is very low, lipopolysaccharide layer is absent, and option D all of this. First option cell wall has thick peptidoglycan layer, ശരിയാണ്. thick peptidoglycan layer present ആയിരിക്കുന്ന ആരാണ്, gram positive ബാക്ടീരിയയിലാണ്. cell wall lipid content വെരി ലോ, ലിപ്പോപോളിസാക്കറൈഡ്സ് ലിപ്പിഡ്സ് ഒക്കെ പ്രസന്റ് ആയിരിക്കുന്നത് ആരിലാണ്, ഗ്രാം നെഗറ്റീവിലാണ്. അപ്പൊ ഇവിടെ വെരി ലോ എന്നാ പറയുള്ളൂ, അപ്പൊ ആ ഒരു ഓപ്ഷനും കറക്റ്റ് തന്നെയാണ്. ലിപ്പോപോളിസാക്കറൈഡ് ലെയർ ഈസ് ആബ്സെന്റ്, ലിപ്പോപോളിസാക്കറൈഡ്സും അതുപോലെ തന്നെ ഔട്ടർ മെംബ്രെയിൻസും പ്രസന്റ് ആയിരിക്കുന്നത് ഗ്രാം നെഗറ്റീവിനാണ്. ഗ്രാം പോസിറ്റീവിന്റെ കേസിൽ ലിപ്പോപോളിസാക്കറൈഡും സെൽ മെംബ്രെയിൻസും ആബ്സെന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ, ഓൾ ഓഫ് ദ അബോവ്. മൂന്ന് ഓപ്ഷൻസും കറക്റ്റ് ആണ്, ഓൾ ഓഫ് ദ അബോവ് ആണ് ആൻസർ. In gram staining, if some bacteria retain the crystal violet stain after alcohol treatment, the bacteria is, അതായത് നമ്മൾ പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്ത് മോർഡന്റ് ആഡ് ചെയ്ത് ഡീകളറൈസർ ആഡ് ചെയ്തതിനു ശേഷവും അവിടെ വയലറ്റ് കളർ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള ബാക്ടീരിയ ആയിരിക്കും എന്നുള്ളത് നല്ല ക്വസ്റ്റ്യൻ. കാരണം എന്താ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണെങ്കിലല്ലേ നമ്മളവിടെ വയലറ്റ് കളറിൽ കാണാം. അപ്പോൾ ഓപ്ഷൻ എ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഇസ് ദ റൈറ്റ് ആൻസർ. ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്, നമ്മൾ പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്യുമ്പോഴും വയലറ്റ് കളർ ആയിരിക്കും, ഡീകളറൈസർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വയലറ്റ് കളർ ആയിരിക്കും. ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ നമ്മളെന്താണ് ഗ്രാം പോസിറ്റീവ് പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്യുമ്പോൾ വയലറ്റ് കളർ ആയിരിക്കും, ഡീകളറൈസർ ആഡ് ചെയ്യുമ്പോൾ അത് ഡീകളറൈസ് ചെയ്ത് പോയിട്ട് അതിന്റെ വയലറ്റ് കളർ പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്തെങ്കിലും കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്യുമ്പോൾ അവിടെ പിങ്ക് കളർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആയതുകൊണ്ടാണ് എന്താ അവിടെ കളർ റീറ്റെയിൻ ചെയ്യുന്നത്, വയലറ്റ് കളർ റീറ്റെയിൻ ചെയ്യുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. gram staining is an example of, gram staining or example of, option A acid fast staining, option B acid staining, option C differential staining, option D none of the above. Option C right answer, differential stain. differential stain രണ്ട് എക്സാമ്പിളുകൾ ആയിരുന്നു നമ്മൾ പറഞ്ഞത്, gram staining and acid fast staining. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി is the right answer. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻസുകൾ പറഞ്ഞു. ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്നതോട് കൂടെ തന്നെ എന്താണ് നോട്ടുകൾ എഴുതി വെക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കേൾക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കൺഫ്യൂഷൻസ് വരാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അഥവാ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എന്താണ് ബേസിക് മുതൽ ആദ്യം തന്നെ എന്താണ് ഹയർ ലെവലിൽ നോക്കാതെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അങ്ങനെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കുക, വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട്, വളരെ ഹാർഡ് വർക്കിംഗ്, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക. എന്നാലും നിങ്ങൾക്ക് എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഒരു വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും. വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്താണ് ഒരു ഹയർ റാങ്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക. ഒരിക്കലും എന്താണ് എങ്ങനെയെങ്കിലൊക്കെ ഒരു കട്ട് ഓഫ് കിട്ടി ഒരു റാങ്ക് ലിസ്റ്റിൽ പെട്ടാൽ മതി എന്ന് വിചാരിച്ച് പഠിക്കരുത്. നിങ്ങൾ എന്താണ് ഒരു ഹയർ റാങ്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോ ടോപ്പിക്കുകളും ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.